നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കിട്ടിയ ഹല്ലേലൂയ ഈ ഭാഗ്യ പദവി ഓർക്ക് സ്തുതിക്കുകയാണ്. ഒത്തിരി പേർക്ക് ഹല്ലേലൂയ ഈ ഭാഗ്യ പദവി ലഭിച്ചിട്ടില്ല. സ്തോത്രം. അമ്മ ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ട് അയൽവക്കത്ത് ഹല്ലേലൂയ ഉള്ള അമ്മൻ ജോയി എന്ന് പറയുന്ന 42 വയസ്സ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ. അമ്മ സ്തോത്രം. വളരെ പ്രതീക്ഷയോടുകൂടെ ജോലി സ്ഥലത്ത് നിന്ന് അമ്മയെയും സഹോദരിയെയും സഹോദരനെയും ദേശത്തിലെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ കാണുവാൻ 6 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ നിന്ന് കുറച്ച് കാശൊക്കെ സമ്പാദിച്ച് അമ്മയ്ക്കും സഹോദരിക്കും സഹോദരി കുഞ്ഞിനും അളിയനും സ്തോത്രം സഹോദരനും ആവശ്യമായിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം വാങ്ങിച്ച് പെട്ടിക്കകത്തൊക്കെ വെച്ച് സ്തോത്രം വളരെ സന്തോഷത്തോടുകൂടെ അമ്മ ഞാൻ വരികയാണ് സ്തോത്രം അല്ലെങ്കിൽ അനിയത്തി അല്ലെങ്കിൽ അളിയ അല്ലെങ്കിൽ സഹോദര അല്ലെങ്കിൽ കൂട്ടുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഞാൻ വരികയാണ്, നമുക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ സന്തോഷിക്കണം, അത് ചെയ്യണം ഇഞ്ചിനൊക്കെ പറഞ്ഞ് വളരെ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ വന്നു. സ്തോത്രം. പകുതി വഴിയിലെത്തിയപ്പോഴേക്കും അമ്മ ഹല്ലേലൂയ ട്രെയിൻ യാത്രയിലായിരുന്നു. പകുതി വഴിയിലെത്തിയപ്പോഴേക്കും അമ്മ ഒരു ഫിക്സ് വന്ന് സ്തോത്രം അദ്ദേഹം ആ ട്രെയിനിന്റെ അവിടെ തന്നെ വീഴുവാഴെത്തുന്നു. തലയൊന്ന് അടിച്ച് ആ സമയം തന്നെ ഭൂമിയിൽ മാറ്റപ്പെട്ടു പോയി. സ്തോത്രം. ഹല്ലേലൂയ. വളരെ പ്രതീക്ഷയോടുകൂടെയാണ് സന്തോഷിക്കുവാൻ, അമ്മയെ കാണുവാൻ, സഹോദരിയെ കാണുവാൻ, സഹോദരിയെ കുഞ്ഞുങ്ങളെ അളിയനെയും ദേശനിവാസികളെ സഹോദരനെ എല്ലാം കാണുവാൻ തക്കവണ്ണം ആഗ്രഹത്തോടെ 6 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ദേശത്തിലേക്ക് വളരെ പ്രതീക്ഷയോടെ വന്നത്. പ്രതീക്ഷകൾ പകുതി വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നാളെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്കൊരു ഗ്യാരണ്ടി ഇല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ വിചാരങ്ങളും എല്ലാം എപ്പോൾ വേണമെങ്കിലും അസ്തമിച്ചു പോകാം. നമ്മുടെ പ്രതീക്ഷകളെല്ലാം ദൈവത്തിൽ വെക്കുക. ദൈവത്തിന് മാത്രമേ നമ്മുടെ വിചാരങ്ങളെ കുറിച്ച് അറിയുവാൻ കഴിയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നാം വായിച്ച സങ്കീർത്തനം ഹല്ലേലൂയ അതിന്റെ 1ാമത് വാക്യം വായിച്ചാണ്. ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് ദൈവത്തോട് ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. നിലവിളിയും പ്രാർത്ഥനയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിലയില്ലാത്ത വിഷയം. ഹല്ലേലൂയ. എത്ര തന്നെ പ്രാർത്ഥിച്ചിട്ടും ആ വിഷയത്തിന് പരിഹാരമുണ്ടാകുന്നില്ല. നീറുന്ന വിഷയം. അവൻ മറ്റൊന്നുമല്ല, തന്റെ മകനായിരിക്കുന്ന അബ്ശലോം തന്റെ അപ്പന് വിരോധമായ ഒരു മത്സരമുണ്ടായി. ഹല്ലേലൂയ. രാജ്യത്വത്തിന് വേണ്ടി, സിംഹാസനത്തിന് വേണ്ടി മത്സരിച്ച് അപ്പനെ ദേശത്ത് നിന്ന് പുറത്താക്കി കളഞ്ഞു. സ്തോത്രം. അപ്പന് തിരിച്ച് വീട്ടിൽ കയറുവാൻ പറ്റാത്തൊരു സാഹചര്യം, തിരിച്ച ദേശം വരുവാൻ പറ്റുന്നൊരു സാഹചര്യം. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാവീദ് ഈ സങ്കീർത്തനം ചമച്ചത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, തന്റെ സിംഹാസനത്തിൽ താൻ ഇരിക്കേണ്ടിടത്ത് തന്നെ ഇരുത്തുകയില്ല എന്ന്, തന്റെ ദേശത്തിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരികയില്ല എന്ന് വാശി പിടിക്കുന്ന ചില ശത്രുക്കളുണ്ട്. സ്തോത്രം. അത് ദൂരെയുള്ള ശത്രുക്കളല്ല, സ്വന്തം മകൻ തന്നെ. ഹല്ലേലൂയ. ആ മകന്റെ സ്തോത്രം മത്സരത്തിൽ നിന്ന്, ഞാനോ നീയോ എന്ന മത്സരത്തിൽ നിന്ന് ഹല്ലേലൂയ ഭയന്ന് ഓടി. കാരണം ഏറ്റവും കൂടെ വിശുദ്ധ പുസ്തകത്തിനകത്ത് യുദ്ധം എന്തെന്ന്, ഹല്ലേലൂയ, യുദ്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദാവീദിനോളം യുദ്ധം ചെയ്ത ഒരു വ്യക്തിയെ കാണാനില്ല. സ്തോത്രം. പക്ഷെ മകനുമായിട്ടുള്ള യുദ്ധത്തിൽ അപ്പൻ ഹല്ലേലൂയ മകനെ തകർക്കാതെ മാറി നിൽക്കുവാനായിരുന്നു. സ്തോത്രം. തിരിച്ചൊരു മടങ്ങിവരവില്ല എന്ന് ജനവിധി പറഞ്ഞിടത്ത് അപ്പനെ സ്വർഗത്തിലെ ദൈവം തിരിച്ചു കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ പിന്നിൽ ഒരു നിലവിളിയും ഒരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ നിലവിളിയും ഒരു പ്രാർത്ഥനയും ഉണ്ട് എങ്കിൽ ദൈവം നമ്മെ മാനിക്കുവാനിടയായിത്തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 69-ാം സങ്കീർത്തനം അവന്റെ 3ാമത് വാക്യം വായിച്ചാട്ടെ. 69-ാം സങ്കീർത്തനം 3ാമത് വാക്യം. എന്റെ നിലവിളിയാൽ ഞാൻ തകർന്നിരിക്കുന്നു.
എന്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണേ, ദാവീദ് പറയുകയാ, എന്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു. ആമേൻ. നിലവിളിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് തളർന്നിരിക്കുന്നു. സ്തോത്രം. എന്തിനാണ് തളർച്ച ഉണ്ടായത്? മറുപടി ലഭിക്കാത്തത് കൊണ്ട്. എത്രയോ പ്രാവശ്യം ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകും, തളർന്നു പോകും, ക്ഷീണിച്ചു പോകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കേട്ടാൽ, ആ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിച്ചാൽ നമുക്ക് ഉത്സാഹമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയുന്ന ചില ശത്രുതകളുണ്ട്. ഹല്ലേലൂയ. ചില പൈശാചിക പോരുണ്ട്. ഹൃദയത്തെ താഴ്ത്തിക്കളയുന്ന, പ്രാർത്ഥനയെ താഴ്ത്തിക്കളയുന്ന, ക്ഷീണിപ്പിക്കുന്ന, ഹല്ലേലൂയ, അന്ധകാരത്തിന്റെ ശക്തികളെ ഇന്ന് രാത്രി ഈ ദേശം വിട്ട് മാറട്ടെ, വ്യക്തികളെ വിട്ട് മാറിപ്പോകട്ടെ. ദാവീദിന് ഇത്തരത്തിലുള്ള, ഹല്ലേലൂയ, ഒരു പ്രശ്നം നേരിട്ടുവെങ്കിൽ എന്റെയും നിങ്ങളെയും, ഹല്ലേലൂയ, നേരിടുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നതാണ്. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ തളർന്നു പോകും, ക്ഷീണിച്ചു പോകും, തകർന്നു പോകും, നിലനിൽപ്പില്ലാത്ത വിഷയമുണ്ടാകും. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നിലവിളിയോടും, ഞാൻ നിലവിളിയാൽ തകർന്നിരിക്കുന്നു, എന്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. ദീർഘനാളുകളായി പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ച് തൊണ്ട വരണ്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. തൊണ്ട വരണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കുവാൻ പറ്റുകയില്ല. തൊണ്ടയ്ക്കകത്തൊരു വേദനയാണ്, ഒരു കറകറുപ്പാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പോൾ വേണമെങ്കിൽ, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദാവീദ്, അവന്റെ തൊണ്ട ഇപ്പോൾ വരണ്ടുപോയി. വെള്ളമില്ലാത്ത അനുഭവം, വരൾച്ച. ഹല്ലേലൂയ. സ്തോത്രം. ഒരു തീ. സ്തോത്രം. നല്ലൊരു മണ്ണിലേക്ക് തീ വന്നാൽ ആ ഭാഗങ്ങളെല്ലാം വരണ്ടുപോകും, ഈർപ്പം നഷ്ടമാക്കി കളയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ തൊണ്ടയ്ക്കകത്ത് ഈർപ്പം ഉണ്ടാകാതിരിക്കേണ്ടതിന്, പ്രതീക്ഷ ഉണ്ടാകാതിരിക്കേണ്ടതിന്, തൊണ്ടയെ വരൾച്ചയിലേക്ക് തള്ളിയിടുന്ന ചില ശത്രുവിന്റെ പോരുകളുണ്ട്. ഇന്ന് രാത്രി ആ പോര് അഴികെ പറ്റുകയുള്ളൂ. നീ പ്രാർത്ഥിക്കാതിരിക്കണതിന്, നീ ആരാധിക്കാതിരിക്കണതിന്, ദൈവനാമത്തിൽ എഴുന്നേൽക്കാതിരിക്കണതിന്, നിന്റെ തൊണ്ടയെ, ഹല്ലേലൂയ, വരൾച്ചയിട്ട് പോരടിക്കുന്ന ചില പോരുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഇത് പുറത്തു പോകട്ടെ. പ്രാർത്ഥിക്കണമെന്ന്, ആരാധിക്കണമെന്ന്, കൈയടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു വരൾച്ച, ഹല്ലേലൂയ, ഇന്ന് രാത്രി വരൾച്ചകളെ സ്വർഗമറിയുക. ഇന്ന് രാത്രി വരൾച്ചകൾ മാറണം. നിന്റെ പ്രാർത്ഥനയ്ക്ക് വിരോധമായി നിൽക്കുന്ന ഏത് ആവിചാര ശക്തിയും, ഏത് മന്ത്രവാദ ശക്തിയും, പോരുകളും ഒരുമിച്ച് വെല്ലുവിളിച്ചാലും, അല്ലയോ ദാവീദേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം പോകാൻ കഴിയത്തില്ല. നീ ആരാധിക്കുന്നവരാണ് എങ്കിൽ, നിന്റെ പ്രാർത്ഥനയെ ബ്ലോക്ക് ചെയ്യുവാൻ, നിന്റെ ആരാധനയെ പിടിച്ചു കെട്ടുവാൻ, നിന്റെ ശബ്ദത്തെ, ഹല്ലേലൂയ, വരൾച്ചയെ വരുത്തുവാൻ, നിന്റെ തൊണ്ട ഇടറുവാൻ, നിന്റെ തൊണ്ടയിൽ വളർച്ചെടുത്തോടെ ദൈവമല്ല. ഹല്ലേലൂയ. ഇന്ന് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. തകർന്നിരിക്കുന്ന അനുഭവത്തോടിരിക്കുന്ന ദാവീദ് പറയുന്നു, ഞാൻ നിലവിളിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ എന്റെ നിലവിളികളും പ്രാർത്ഥനകളും ഫലവത്താകുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, എന്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. ആമേ. തൊണ്ടയിൽ ഉണക്കുള്ള എത്ര പേരുണ്ട്? ദീർഘദിവസങ്ങളായി പ്രാർത്ഥിച്ചിട്ടും, ശാസിച്ചിട്ടും, ആരാധിച്ചിട്ടും, സ്തോത്രം, വരണ്ടു പോകുന്നതല്ലാതെ അത് വെള്ളത്തിന് ഒരു മയം പോലുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വരൾച്ച, വരണ്ടുപോയി. ഇന്ന് രാത്രി വരണ്ടുപോയതിനെ
നേരെയാക്കുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അതിന് നാം തന്നെ വിചാരിക്കണം. ദാവീദ് അത് മനസ്സിലാക്കി. നാം വായിച്ച 61-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ഒന്ന് വായിച്ചാട്ടെ. ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ. ഹല്ലേലൂയ. ദൈവമേ എന്റെ നിലവിളി നീ കേൾക്കണമേ. എന്റെ അഭയയാചന, എന്റെ അപേക്ഷ നീ സ്വീകരിക്കണമേ. അടുത്ത് എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. മനുഷ്യരാരും എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും, അപ്പനും അമ്മ എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും, ഭാര്യയും മക്കളെ ശ്രദ്ധിച്ചില്ലെങ്കിലും, ദേശനിവാസികളെ ശ്രദ്ധിച്ചില്ലെങ്കിലും, നീ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സൈനികരുടെ യഹോവയോട് ദാവീദ് പറയുന്നത്, നീ എന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ, എന്റെ പ്രാർത്ഥനയെ ഒന്ന് ശ്രദ്ധിക്കണമേ. ആമേൻ. പാട്ടുപാടുവാൻ എല്ലാവർക്കും കഴിയും, പ്രസംഗിക്കാൻ കഴിയും, പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷേ ആ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഒരുവനുണ്ട്. സ്തോത്രം. അത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തോട് പറയുകയാണ്, എന്റെ പ്രാർത്ഥനയെ നീ ഒന്ന് ശ്രദ്ധിക്കണമേ. ഇന്ന് രാത്രി നമുക്കും പറയാം, ദൈവമേ എന്റെ പ്രാർത്ഥനയെ ഒന്ന് നീ ശ്രദ്ധിക്കണമേ. ദൈവമേ എന്റെ ആരാധനയെ നീ ഒന്ന് ശ്രദ്ധിക്കണമേ. ദൈവമേ എന്റെ പാട്ടിനെ നീ ഒന്ന് ശ്രദ്ധിക്കണമേ. ദൈവമേ എന്റെ നടപ്പിനെ നീ ഒന്ന് ശ്രദ്ധിക്കണമേ. എന്റെ ഇരിപ്പിനെ നീ ഒന്ന് ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. എന്റെ വിശുദ്ധിയെ നീ ഒന്ന് ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ദൈവം ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തോട് പറയുകയാണ്, എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും സ്തോത്രം. അബ്ശലോം ഹല്ലേലൂയ ദാവീദിന്റെ സംരക്ഷകനായിരുന്നു. പക്ഷെ അബ്ശലോം ഇപ്പോൾ ദൈവവഴി വിട്ടുമാറിപ്പോയി, അപ്പന് വിരോധമായി തീർന്നു. സ്തോത്രം. ദേശത്തിന് വിരോധമായി തീർന്നു. പക്ഷെ ദാവീദ് പറയുന്നു, ഞാൻ എന്റെ മകനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു, പക്ഷെ അവൻ കൈവിട്ടുപോയി. പക്ഷെ ഞാൻ കൈവിട്ടു പോകാതിരിക്കേണ്ടതിന് എന്റെ പിതാവായ ദൈവമേ നീ എന്നെ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. എന്റെ ഭാര്യ കൈവിട്ടു പോയിരിക്കാം, ഭർത്താവ് കൈവിട്ടു പോയിരിക്കാം, മക്കൾ കൈവിട്ടു പോയിരിക്കാം. പക്ഷെ നീ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ദൈവമേ എന്നെ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ ശ്രദ്ധിക്കുവാൻ ദൈവം തുടങ്ങിയാൽ, ദൈവം നിന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിലെ മാറ്റം ഉണ്ടാകും. ഹല്ലേലൂയ. ഒരു പരിവർത്തനത്തിന്റെ, ഒരു മാറ്റത്തിന്റെ ദൈവത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മാറ്റം ആവശ്യമുള്ളവർ, വിടൽ ആവശ്യമുള്ളവർ ദൈവത്തോട് പറഞ്ഞ, ദൈവമേ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്കൊരു ചേച്ചി അറിയാം. സ്തോത്രം. കാണാൻ വലിയ ഗ്ലാമർ ഒന്നുമില്ല. സ്തോത്രം. അല്പം വണ്ണം കൂടുതലാണ്, തലമുടിയൊക്കെ കുറച്ചേ ഉള്ളൂ. കണ്ണല്പം ഉണ്ടക്കണ്ണാണ്, അവൾ കറുത്തവളാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആരും അവളെ ശ്രദ്ധിക്കാറില്ല. റെസ്റ്റോറോൺ, ഉണ്ടക്കണ്ണ്, ചുരുണ്ട മുടി, വല്ലാത്ത വണ്ണം. സ്തോത്രം. അവളുടെ സംസാരം, കലവലാഹങ്ങളുടെ സംസാരം ആരും ശ്രദ്ധിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവൾ ചെയ്യുന്നത് നന്നായിട്ട് ഒരുങ്ങി ഈ കണ്ണാടി എടുത്ത്, ആമേ സ്തോത്രം, കൂളിംഗ് ഗ്ലാസ് എടുത്ത് അവൾ തല വെക്കും. തല വെച്ചിട്ട് അവൾ ഹല്ലേലൂയ കറുപ്പിന് അനുയോജ്യമായ ഡ്രസ് അല്ല അവൾ ധരിക്കുന്നത്. ആമേ സ്തോത്രം. ചുവന്ന ഷർട്ടെങ്കിൽ ചുവന്ന ഡ്രസ്, മഞ്ഞെങ്കിൽ മഞ്ഞ, കടും നീല, ഇങ്ങനെയുള്ളതൊക്കെ ധരിച്ച് അവൾ അങ്ങ് ചാടി അങ്ങ് നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും തലമുടി താഴ്ത്തി കെട്ടുമ്പോൾ ഇവർ പൊക്കിക്കെട്ടും. എല്ലാവരും നടന്നു പോകുമ്പോൾ ഇവർ ചാടി അടക്കും. സ്തോത്രം. എല്ലാവരും അവളെ ശ്രദ്ധിച്ചു തുടങ്ങി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും അങ്ങനെയാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവീയത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ടത് വേറൊന്നും ചെയ്യേണ്ട, നന്നായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. നന്നായി ആരാധിച്ചാൽ മാത്രം മതി. നല്ലൊരു ബോവസ് ഉണ്ട്. രൂത്തിന്റെ പ്രയത്നത്തെ, രൂത്തിന്റെ ജോലിയെ മനസ്സിലാക്കുന്ന ഒരു ബോവസ് ഉണ്ട്. ഹല്ലേലൂയ. ആ വയലിലാണ് നീ ജോലി ചെയ്യുകയാണ് എങ്കിൽ ബോവസ് അത് കണ്ടിട്ട്
ചില കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും. സ്തോത്രം. ഇന്ന് രാത്രി ദാവീദിന് മനസ്സിലായി, ഹല്ലേലൂയ, മകൻ എന്നെ ഒരിക്കലും ശ്രദ്ധിക്കുകയില്ല. ആമേൻ. എന്റെ ഭാര്യ എന്നെ ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തോട് ദൈവം നീ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത് വാക്യം ശ്രദ്ധിക്കണേ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. സ്തോത്രം. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, ഒരു രോഗം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അതിന്റെ അറ്റം വരെ പിശാച് കൊണ്ടുപോകും. വിടുതൽ നൽകുകയില്ല എന്ന് അവൻ വാദിക്കും. ആമേൻ. ഭൂമിയുടെ അറ്റത്തോളം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പോലെ രോഗത്തിന്റെ അവസ്ഥയിൽ അറ്റത്തോളം കൊണ്ടെത്തിക്കും. സാമ്പത്തിക വിഷയമാണ് എങ്കിൽ ഹല്ലേലൂയ, ഭൂമിയുടെ അറ്റത്തോളം, അതിനപ്പുറം ഒരു സ്ഥലമില്ല. സ്തോത്രം. പട്ടിണിയാണെങ്കിൽ, ദാരിദ്ര്യമാണ് എങ്കിൽ അറ്റത്തോളം കൊണ്ടെത്തിക്കും, അതിനപ്പുറം മറ്റൊരു സ്ഥലമില്ല. ഹല്ലേലൂയ. രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ വിടയില്ലാത്ത വിഷയം, പരിഹാരമില്ലാത്ത സാമ്പത്തിക വിഷയങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പൈശാചിക എന്നെയും നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന്. ആമേൻ. ഭൂമിയുടെ അറ്റത്തോളം എന്നെ കൊണ്ടെത്തിച്ചാലും ഞാൻ ഹൃദയം ക്ഷീണിക്കുമ്പോൾ എനിക്കറിയാം ഉയരത്തിൽ ഒരുവനുണ്ട്. ആ ദൈവത്തിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കിയാൽ എന്റെ ക്ഷീണം മാറും. ഇന്ന് രാത്രി ദൈവമേ, നീ ക്ഷീണിതനായി, നീ ഒരു രോഗിയായി മാറുന്ന പിന്നിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിന്റെ നോട്ടം ശരിയല്ല. ഇന്ന് രാത്രി ഈ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്, അവക്കിലേക്ക് നോക്ക്. പ്രായശ്ചിത്തനായി അവിടെ മുഖമോ ലംഘിച്ചു പോയതുമില്ല. ഹൗസ് ഓഫ് വർഷിലേക്ക് വന്നിരിക്കുന്നതുപോലെ ഇന്ന് രാത്രി നിന്റെ നോട്ടം ഹല്ലേലൂയ ഭൂമിയിലാകരുത്. നിന്റെ നോട്ടം മനുഷ്യരിലുമാകരുത്, ദൈവത്തിലാകണം. നിന്റെ ഹൃദയങ്ങൾ ക്ഷീണിച്ച് നീ തളർന്ന അവസ്ഥയായി മാറിയുടെ പിന്നിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവം പറയുക, നിന്റെ ക്ഷീണങ്ങളെ മാറ്റുവാൻ ദൈവം വന്നിട്ടുണ്ട്. ഭൂമിയുടെ അറ്റത്തോളം നിന്നെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥകൾ, ചില സാഹചര്യങ്ങൾ അതിനപ്പുറം ചാടിക്കടക്കുവാൻ പറ്റുകയില്ല. അത് ചെങ്കടലാകട്ടെ, അത് യെരിഹോ ആകട്ടെ, സ്തോത്രം, അത് യോർദാനാകട്ടെ, അറ്റത്തോളം വാക്കോളം നിന്നെ കൊണ്ടെത്തിക്കും. മറികടന്ന് പോകുവാൻ കഴിയുകയില്ല. ദാവീദ് മനസ്സിലായി, ഞാൻ ക്ഷീണിതനാണ്, ക്ഷീണിച്ചുപോയി. മറികടക്കുവാൻ കഴിയാതെ ക്ഷീണിച്ചു പോയവൻ ഇന്ന് രാത്രിയുടെ ആരോഗ്യ വിഷയത്തിന് മേൽ, സാമ്പത്തിക വിഷയത്തിന്റെ മേൽ, തലമുറയുടെ വിഷയത്തിന്റെ മേൽ, ആത്മീയ വിഷയത്തിന്റെ മേൽ മറികടക്കുവാൻ കഴിയാതെ, ചാടിക്കടക്കുവാൻ കഴിയാതെ നിന്നെ ബന്ധിച്ചു വെച്ച ചില ബന്ധന ശക്തികളുണ്ട്. ഇന്ന് രാത്രി ബന്ധന ശക്തികളോട് സന്ധിയില്ല സമരം ചെയ്യുവാൻ സ്വർഗമിടയാക്കുമാറാകട്ടെ. ഇന്ന് രാത്രി നീ ആരാധിക്കുവാൻ തയ്യാറാണ് എങ്കിൽ ചില വിഷയത്തിന് ചാടിക്കടക്കുവാൻ പോകുക. ദീർഘകാലങ്ങളായി അവൻ കാലിന് വേദന, മുട്ടിന് വേദന, നടക്കുവാൻ കഴിയുന്നില്ല. അവൻ നട്ടന് വേദന, കരമടിക്കുവാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ ഭൂമിയുടെ അറ്റത്തോളം നിന്നെ കൊണ്ടെത്തിക്കുക. ഏതറ്റം വരെ ഇതിനെ കൊണ്ടെത്തിക്കുന്ന ചില രോഗബാധകൾ, ഏതറ്റം വരെ ഇതിനെ കൊണ്ടെത്തിക്കുന്ന ചില രോഗബാധകൾ യേശുവിന്റെ നാമത്തിൽ നിന്നെ ശൈലമിട്ട് പുറത്തു പോകട്ടെ. ഈ അറ്റത്തിന്റെ കൊണ്ടുവെച്ചത് ഈ മറികടക്കുവാൻ വേണ്ടിയല്ല, നിനക്ക് മറികടക്കുവാൻ കഴിയത്തില്ല. നീ ആരാധിച്ചു തുടങ്ങുക, ഇന്ന് രാത്രി നീ ആരാധിച്ചു തുടങ്ങുക. നിന്റെ ശരീരത്തിൽ ഹല്ലേലൂയ ചില രോഗങ്ങൾ പുറത്തുവാകുക. നിന്റെ ശരീരത്തിലെ വൈകല്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചില കുറവുകൾ മാറുകയാ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഒഴിവുകൾ പറഞ്ഞ് കുറവുകൾ പറഞ്ഞിരിക്കാനല്ല. നീ ക്ഷീണിതനാണോ? ഹല്ലേലൂയ ഭൂമിയുടെ അറ്റത്തോളം നീ എത്തിയവനാണോ? അത് മറികടക്കുവാൻ കഴിയാതെ നിന്നെ ക്ഷീണിപ്പിച്ച ചില ചിന്താഗതികൾ, ചില രോഗബാധകളെ ഹല്ലേലൂയ സ്വർഗം പറയുക. ഉയരത്തിലേക്ക് നോക്ക്, എന്റെ അത്യന്ത ശക്തി
ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങൾ, ഒറ്റയ്ക്ക് നിൽക്കുന്ന അനുഭവങ്ങൾ, ഹാലലൂയ, കൂടെ എത്ര പേരുണ്ടായിട്ട് ഹാലലൂയ, ആരോരുമില്ലാതെ അനാഥരായി മാറിപ്പോയത്. നീ ഒറ്റപ്പെട്ടു പോയി, നീ ഒറ്റപ്പെട്ടു പോയി. ഇത് രാത്രി ഒറ്റപ്പെട്ടു പോയ ദാവീദേ, ദാവീദിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് നിലവിളിക്കും. ഇത് രാത്രി ഹൃദയത്തിൽ ക്ഷീണമുള്ളവൻ വെറുതെ ഇരിപ്പാനല്ല, അടങ്ങിയിരിപ്പാനല്ല, ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ നിലവിളികളെ, നിന്റെ ശബ്ദത്തെ തിരിച്ചറിയുന്ന, നിന്റെ ശബ്ദത്തെ കാണുന്ന, നിന്റെ അവസ്ഥകളെ അറിയുന്ന ഒരു ദൈവം ചില അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നിന്റെ കൂടാരത്തിനകത്തേക്ക്, നിന്റെ ദേശത്തിനകത്തേക്ക്, നിന്റെ സ്ഥലത്തിലേക്ക് അവൻ കയച്ചു വിടുക. ഉടവരവിന്റെ ഹന്തരവരവ ശൈലവരവരവസ്യ. ഇത് രാത്രിയിൽ അതൊന്നും പറഞ്ഞിരിപ്പാനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിപ്പാനല്ല. നീ ഒന്നിനെ ഭയക്കേണ്ട ആവശ്യമില്ല. പാമ്പുകളെ, ജനങ്ങളെ, ശത്രുവിനെ, സകലത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയ ദൈവത്തിന്റെ കൃപയോടുകൂടിയുണ്ട്. ഈ പാമ്പിനെ ചവിട്ടിയാൽ പാമ്പുകളെ കൊത്തത്തില്ല. അത് ഇത് നോക്കിയിരിപ്പാനല്ല, നീ ആരാധിച്ചു തുടങ്ങുക. നീ ബാല്യക്കാരെത്തിയ നീ ആരാധിച്ചു തുടങ്ങുക. ചെറുപ്പക്കാരനാ, നീ ആരാധിച്ചു തുടങ്ങുക. നിന്റെ ആരാധന ദൈവമാകട്ടെ. നീ ഒറ്റക്കായി പോയോ? നീ ഒറ്റപ്പെട്ടു പോയോ? അല്ലയോ ഏലിയാവേ, നീ ഒറ്റപ്പെട്ടു പോയോ? നിനക്ക് ക്ഷീണമുണ്ടോ? ഇസ്രായേൽ ശക്തിയുടെ മുമ്പിൽ, ഹല്ലേലൂയ, ഒരു സ്ത്രീയുടെ ശക്തിയുടെ മുമ്പിൽ, ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ നീ കുഴഞ്ഞു പോയോ? ഓ ഹല്ലേലൂയ. ഏലിയാവിന് ക്ഷീണം വന്നു. ഏലിയാവ് ക്ഷീണം വന്നു. ക്ഷീണം വന്നവൻ ഉറങ്ങുവാൻ തുടങ്ങി. ക്ഷീണം വന്നവൻ വിശപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ ക്ഷീണിച്ച് തകർന്ന്, ഹല്ലേലൂയ, ഒന്നിനും കൊള്ളാത്ത ഒരുവനായി ഏലിയാവ് മാറ്റപ്പെട്ടു. സ്വർഗത്തിലെ ദൈവം ഏലിയാവിന് ആവശ്യമായ ആഹാരം കൊടുത്തു, അവന് വെള്ളം കൊടുത്തു. ഹല്ലേലൂയ. അവന് നല്ല ഉറക്കം കൊടുത്തു. ഇന്ന് രാത്രി ദൈവം പറയുക, ഉറക്കമില്ലാത്ത നിനക്ക് ഉറക്കം തരുവാൻ പോകുക. വിശപ്പ് ഹാലയുള്ള നിനക്ക് ആർത്തിയോടെ ഭക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഭക്ഷണമില്ല. സ്വർഗം പറയുക, ഏലിയാവേ, നിനക്ക് എന്താ കുറവ്? നിനക്ക് ഭക്ഷണമോ? ഞാൻ എത്തിച്ചു തരാം. നിനക്ക് ഉറക്കമാണോ കുറവ്? ഞാൻ എത്തിച്ചു തരാം. ഹല്ലേലൂയ. കൃപ കൃപ കൃപ. നിനക്ക് ഉറക്കം നഷ്ടപ്പെട്ടവരാണോ? ഉറക്കം തരാം. ഭക്ഷണം നഷ്ടപ്പെട്ടവരാണോ? നിനക്ക് ഭക്ഷണം തരാം. ഓ, നിനക്ക് വെള്ളമുണ്ടോ? നിനക്ക് ദാഹമുണ്ടോ? നിനക്ക് വെള്ളം തരാം. കുടിക്കുവാൻ ആഹാരവും, ഓ ഹാലിൽ ഭക്ഷിക്കുവാൻ ആഹാരവും, കുടിക്കുവാൻ വെള്ളവും, നല്ല ഉറക്കവും ഹല്ലേലൂയ ഏലിയാവിന് ദൈവം കൈമാറി. ഇന്നാണ് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത. ക്ഷീണിച്ചിരിക്കുന്നവൻ, ഭൂമിയുടെ അറ്റത്തോളം എത്തിയവൻ, ഇനി അടുത്ത സെക്കൻഡ് മരണം മാത്രമേ ഉള്ളൂ ചെന്ന് ചിന്തിച്ചെടുത്ത് സ്വർഗത്തെ ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, നിനക്ക് ഞാൻ ആഹാരം തരും, നിനക്ക് ഞാൻ വെള്ളം തരും, നിനക്ക് ഞങ്ങൾ ഉറക്കം തരും. ഈ മൂന്ന് കാര്യം എന്റെ ദൈവം നിന്ന് തരാൻ പോകുക. ഇവിടെ അവസ്ഥ മാറുവാൻ പോകുക. വിശപ്പിന് ആഹാരം, ദാഹത്തിന് വെള്ളം, ഇത് രണ്ടും കിട്ടിയാൽ നല്ല ഉറക്കമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇതിനകത്ത് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഏലിയാവ്, ആ ഏലിയാവിന് ദൈവം എല്ലാം കൊടുത്തു. ക്ഷീണം മാറി. ക്ഷീണം മാറിയിട്ടും ഏലിയാവ് അവിടെ തന്നെ കിടന്നു. സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മുടെ ക്ഷീണങ്ങൾ അകറ്റിയിട്ടും നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം നൽകിയിട്ടും ഞാനും നിങ്ങൾ അവിടെ തന്നെ കിടക്കുക. ഹല്ലേലൂയ. ദൈവം ഏലിയാവിനെ തട്ടിയിട്ട് പറഞ്ഞു, നിനക്കിവിടെ എന്ത് കാര്യം? സ്തോത്രം. ഞാൻ നിനക്ക് എല്ലാം തന്നില്ലയോ? ആമേൻ. ഭക്ഷണം തന്നു, വെള്ളം തന്നു, ഉറക്കം തന്നു. ഇതിന്റെ ക്ഷീണം മാറി. ക്ഷീണം മാറിയിട്ട് നീ വീണ്ടും പഴയത് ചിരിക്കാനല്ല, പുതിയത് നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകും. ഇത് രാത്രി പഴയത് ചെന്ന് ചിരിക്കരുത്, പുതിയത് കർത്താവ് നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. നീ ഉറങ്ങേണ്ടവനല്ല, നീ ഓടേണ്ടവനാണ്. സ്തോത്രം. ആമേൻ. ഓടുവാൻ തക്കവണ്ണം ഏലിയാവിനെ പ്രാപ്തനാക്കിയ ദൈവം ഇന്ന് രാത്രി ആ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ നടത്തുകയില്ല എന്ന്, നിന്നെ കിടത്തുകയില്ല എന്ന്. സ്തോത്രം.
നീ ഇനി ഒരിക്കലും നടക്കുകയില്ലായിരുന്നു, അഥവാ നടന്ന മുണ്ടിയായിരുന്നു എന്നൊക്കെ വാദിച്ചവരുണ്ട്. അവിടെ മുമ്പിൽ ദൈവത്തിനെ ഓടുമറക്കുക ദൈവം. സ്തോത്രം. ഹൃദയം ക്ഷീണിച്ചു പോകരുത്, ഹൃദയം ക്ഷീണിച്ചു പോകരുത്. നീ ക്ഷീണിച്ചു കഴിഞ്ഞാൽ നീ പരാജയപ്പെട്ടവളാണ്. ആമേൻ. അപ്പൊ ഇത് രാത്രി ക്ഷീണമുള്ളവൻ പരാജയപ്പെട്ടവൻ, ക്ഷീണമില്ലാത്തവൻ ചിലനെ പിടിച്ചടക്കും. അസാധ്യമായ വിഷയത്തെ നീ പിടിച്ചടക്കാൻ പോകുക, നീ പരാജയപ്പെട്ടവളായിരിക്കാം. ആമേൻ. ഇന്ന് രാത്രി ചിലരെ പിടിച്ചടക്കുവാൻ സ്വർഗം നിനക്ക് അഭിഷേകം തരികയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സദൃശവാക്യം 19 അധ്യായം 21 വായിച്ചാട്ടെ. സദൃശവാക്യം 19, 21. ജ്ഞാനികളിൽ ജ്ഞാനിയായ സലോമോൻ ഞാൻ പറയുന്നൊരു പദമുണ്ട്, ഇത് വായിച്ചാട്ടെ. സദൃശവാക്യം 19, 21. മനുഷ്യന്റെ ഹൃദയത്തിൽ വായിച്ചു. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. ശ്രദ്ധിക്കണേ, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. മാത്രം ഇന്ന് രാത്രി നിങ്ങൾ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ പല പല വിചാരങ്ങളായിരിക്കുന്നു. ദൈവം പറയുന്നു മനുഷ്യന് പല വിചാരങ്ങളുണ്ട്, പക്ഷെ എന്റെ ആലോചന മാത്രമേ അത് നിവർത്തിയാകൂ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ആലോചന, നിങ്ങളുടെ വിചാരങ്ങൾ സത്യസന്ധമാണ് എങ്കിൽ അത് നിവർത്തിയാകും. ഏത് വിഷയത്തെയും നിവർത്തിയാക്കുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. മനുഷ്യൻ എന്തൊക്കെ വിചാരപ്പെട്ടിരുന്നാലും, എന്തൊക്കെ വിചാരിച്ചു കൂട്ടിയാലും, ആമേൻ, യഹോവയുടെ ആലോചന മാത്രമേ, അപ്പൊ ദൈവത്തിന്റെ ഹിതം മാത്രമേ നമ്മളിൽ. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങൾ പലതാണ്. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങൾ, സ്തോത്രം, മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങൾ പലതാണ് എങ്കിലും ദൈവത്തിന്റെ ആലോചനയെ, സ്തോത്രം, സ്തോത്രം. നമുക്ക് പലരെ കുറിച്ച്, നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് സ്വപ്നം കാണാം, നമ്മുടെ ഭാവിയെ കുറിച്ച് സ്വപ്നം കാണാം, നമ്മൾ പല വിചാരങ്ങളുണ്ട്, പക്ഷേ അതൊന്നും ദൈവത്തിന്റെ ആലോചന മാത്രമേ. സ്തോത്രം. ശക്തമായി പ്രാർത്ഥന. മനുഷ്യന്റെ ആലോചനകൾ, മനുഷ്യന്റെ വിചാരങ്ങൾ സ്ഥിരമില്ലാത്തതാണ്. സ്ഥിരതയുള്ളത് ഇത് ദൈവത്തിന് മാത്രം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ എന്തൊക്കെയോ വിചാരിച്ചു കൂട്ടുന്നില്ലയോ, അതിനൊന്നും സ്ഥിരതയില്ല. സ്തോത്രം. മനുഷ്യന്റെ ആലോചനകൾക്ക് സ്ഥിരതയില്ല, മനുഷ്യന്റെ വിചാരങ്ങൾക്ക് സ്ഥിരതയില്ല. എന്നാൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് സ്ഥിരതയുണ്ട്. എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ചാഞ്ചാട് എന്നൊരു ഹൃദയമാണ് നമ്മുടെ ഹൃദയം. സ്തോത്രം. ഒന്നുകിൽ അങ്ങോട്ടോ ഒന്നുകിൽ ഇങ്ങോട്ടോ, എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നൊരു ഹൃദയമാണ് എനിക്ക്. ആ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഉറപ്പുള്ളൊരു ഹൃദയം തരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചാഞ്ചാട്ട ഹൃദയത്തെ മാറ്റി സ്ഥിരതയുള്ള ഉറപ്പുള്ള ഒരു ഹൃദയം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ഉറപ്പുള്ള ഹൃദയമുണ്ട് എങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരമായി. സ്തോത്രം. ഉറച്ച വിശ്വാസം, ആ വിശ്വാസമാണ് നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി അവനവന്റെ തീരുമാനങ്ങൾ, അവനവന്റെ നിരൂപണങ്ങൾ, ആമേൻ, സ്തോത്രം, മാറി മറിയും. മനുഷ്യന്റെ തീരുമാനങ്ങളും മനുഷ്യന്റെ നിരൂപണങ്ങളും എപ്പോൾ വേണമെങ്കിലും മാറി മറിയും. പക്ഷെ ദൈവത്തിന്റെ നിരൂപണങ്ങളും ദൈവത്തിന്റെ തീരുമാനങ്ങൾക്ക് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമുണ്ടാകുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം മനുഷ്യനല്ല, അവൻ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്താത്ത ദൈവസാന്നിധ്യം. ആമേൻ. ആമേൻ. ഇന്നലെ എനിക്ക് ഏറ്റവും നല്ലതായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും മോശമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ എനിക്ക് ഏറ്റവും നല്ല വിഷയമായിരുന്നു. സ്തോത്രം.
അർത്ഥത്തിൽ പറഞ്ഞാൽ എനിക്കിന്നലെ അങ്ങളുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്തോത്രം. ഇന്ന് എനിക്ക് അങ്ങനെ വലിയ സ്തോത്രം. ഇതാണ് മനുഷ്യൻ. ദൈവം അങ്ങനെയല്ല, മുഖപക്ഷം കൂടാതെ ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കഴിവുള്ള ദൈവം നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവം പറയുകയാ, ആ ദൈവത്തിന്റെ ചിറകിന്റെ അടിയിൽ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി മനുഷ്യന്റെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സാമർത്ഥ്യത്തെ കണക്ക് കൂട്ടിയാണ് അവൻ ജീവിക്കുന്നത്. ഓരോ നിമിഷവും അവന്റെ സാമർത്ഥ്യത്തെ കണക്ക് കൂട്ടി ജീവിക്കുന്നു. അവന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റുന്നു. അവൻ എന്നുടെയും നിങ്ങളുടെയും കണക്കൂട്ടലുകളെ എല്ലാം തെറ്റിച്ച് കളയുന്നു. സ്തോത്രം. മക്കളെ കുറിച്ചുള്ള കണക്കൂട്ടലുകൾ, ഹല്ലേലൂയ, ഭാവിയെ കുറിച്ചുള്ള കണക്കൂട്ടലുകൾ എപ്പോൾ വേണമെങ്കിലും തെറ്റിപ്പോകാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇസ്രായേലിനെ ഒരു സ്ത്രീയായിട്ട്, ഒരു സുന്ദരിയായ ഒരു സ്ത്രീയായിട്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് വരച്ച് കാട്ടിയിരിക്കുന്നത്. വൈകല്യങ്ങളില്ലാത്ത, വികൃതയാകാത്ത, സുന്ദരിയായിരിക്കുന്ന ഒരു കന്യക. ആ കന്യക, ഹല്ലേലൂയ, അവൾ വിവാഹിതയായി, അവൾക്ക് മക്കൾ ലഭിച്ചു. സ്തോത്രം. നിരവധി മക്കൾക്ക് അവൻ അമ്മയായി മാറിയ അവളാണ് അമ്മ. സ്തോത്രം. ഇസ്രായേൽ, ഹല്ലേലൂയ. യെശയ്യാപ്രവചന പുസ്തകം കേട്ടാ, യെശയ്യാപ്രവചന പുസ്തകം 65, യെശയ്യാവ് 65, യെശയ്യാവ് 65 അല്ല 64 വായില്ലേ? നീ തലപൊക്കി 64 നീ തലപൊക്കി ചുറ്റും നോക്കുക. അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തുനിന്ന് വരും. നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചുകൊണ്ട് വരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും. ശ്രദ്ധിക്കുന്ന 5ാമത് വാക്യം അല്ലേ? അപ്പോൾ നീ കണ്ട് ശോഭിക്കും. നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും. ജാതിയുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ശ്രദ്ധിക്കണേ. സ്തോത്രം. നിരവധി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത ഒരു അമ്മ, അതാണ് ഇസ്രായേൽ. നേരത്തെ പറഞ്ഞു. വളരെ സുന്ദരിയായിരുന്നു അവൾ. അല്ലെങ്കിൽ പരിശുദ്ധയായിരുന്നു, കന്യകയായിരുന്നു. സ്തോത്രം. ദൈവകൃപയിൽ ആശ്രയിച്ചിരുന്ന ഒരു ഇസ്രായേൽ. ഹല്ലേലൂയ. ആ ഇസ്രായേലിനെ ഒരു അമ്മയായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. സ്തോത്രം. ഒരു മാതാവായിട്ട്. ആമേൻ. ഇസ്രായേൽ എന്ന മാതാവിന് നിരവധി പുത്രന്മാരും പുത്രിമാരും ലഭിച്ചു. സ്തോത്രം. പക്ഷെ പുത്രന്മാരും പുത്രിമാരും ലഭിച്ചപ്പോൾ അവർ ദൈവ വഴിവിട്ട് അപ്പന്റെയും അമ്മയുടെയും വാക്കുകൾ കേൾക്കാതെ അവർ തന്നിഷ്ടക്കാരായി മാറി. സ്തോത്രം. തന്നിഷ്ടക്കാരായി മാറിയിട്ട് അവർ ബോധിച്ചത് പ്രകാരം ജീവിച്ചു. സ്തോത്രം. അവനവന് ഇഷ്ടപ്പെട്ട രീതിയിൽ അവൻ ആരാധിച്ചു. അവനവന് ഇഷ്ടപ്പെട്ട രീതിയിൽ ദശാംശം കൊടുത്തു. അവനവന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപവസിച്ചു. അവനവന് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ദൈവമുൻപാകെ നടന്നു. സ്തോത്രം. ശ്രദ്ധിക്കണേ. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാതെ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ആരാധിക്കാതെ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഉപവസിക്കാതെ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദശാംശം കൊടുക്കാതെ, സ്തോത്രം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഹല്ലേലൂയ നിൽക്കാതെ അവർ മാനുഷിക കൽപ്പനകളിൽ മാനുഷികമായ ഇഷ്ടപ്രകാരം അവർ ബോധിച്ചതുപോലെ നടന്നു. സ്തോത്രം. ഹല്ലേലൂയ. ബോധിച്ചതുപോലെ നടന്നപ്പോൾ ശത്രു അവരെ കവർന്നു കൊണ്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഇസ്രായേൽ എന്ന സുന്ദരിയായ അമ്മ പ്രസവിച്ച മക്കളെല്ലാം വൈകല്യമുള്ളവരല്ല, പുഷ്ടിയും ആരോഗ്യവും സൗന്ദര്യമുള്ള മക്കളെയാണ് ഇസ്രായേൽ എന്ന മാതാവ് പ്രസവിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, അപ്പനെയും അമ്മയെയും എങ്ങനെയാണോ അതാണ് മക്കൾ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ.
ദൈവപിതാവായിട്ടും അമ്മയായിട്ട് ഇസ്രായേലും സ്തോത്രം അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങൾ സുന്ദരിമാരായി മാറി, സുന്ദരന്മാരായി മാറി, കഴിവുള്ളവരായി മാറി, തികവുള്ളവരായി മാറി, പുഷ്ടിയുള്ളവരായി മാറി, ആരോഗ്യമുള്ളവരായി മാറി. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. അവരെ ആര് കണ്ടാലും പെട്ടെന്നൊന്ന് നോക്കുന്ന രീതിയിൽ അവർക്ക് പുഷ്ടിയും ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടായി. അവർ ദൈവവഴി വിട്ട് പലതിന്റെയും പുറകിലേക്ക് അവർ പോയി. സ്തോത്രം. അല്പസമ്പത്തിന് വേണ്ടി, അല്പം ആശ്വാസത്തിന് വേണ്ടി, ഹല്ലേലൂയ, അവരവരുടെ താൽക്കാലികമായിരിക്കുന്ന ലാഭത്തിന് വേണ്ടി അവർ ദൈവവഴി വിട്ടുപോയി. സ്തോത്രം. ഉന്നതനായിരിക്കുന്ന ശാശ്വതവാസിയായിരിക്കുന്ന ദൈവത്തിന് വെറുത്തുകൊണ്ട് ദൈവം പറയാത്ത പല കാര്യങ്ങളും ചെയ്ത് അവർ വഴിവിട്ടുപോയി. അങ്ങനെ ഇസ്രായേലിന്റെ മക്കളെ, അല്ലെങ്കിൽ ഈ അമ്മയുടെ മക്കളെ ഹല്ലേലൂയ ശത്രുക്കൾ അടിമയാക്കി കൊണ്ടുപോയി. ആമേൻ, ഹല്ലേലൂയ. താൻ പ്രസവിച്ച മക്കൾ അടിമയായി പോയതറിഞ്ഞ് ആ മാതാവ് ദുഃഖിതയായി. ആരോഗ്യമുള്ള മാതാവ്, നല്ല പുഷ്ടിയും ആരോഗ്യമുള്ള മാതാവ് മക്കൾ നഷ്ടപ്പെട്ടതോർത്ത് അവർക്ക് എപ്പോഴും കരച്ചിൽ മാത്രമേ ഉള്ളൂ. കരഞ്ഞ് 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 ആ അമ്മ സൗന്ദര്യം നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട് ഇപ്പോൾ അവൾ ഒരു രോഗിയായി മാറി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞാൽ ഈ ഭാഗം പെട്ടെന്ന് പോകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു ചിന്തയാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇസ്രായേൽ എന്ന സൗന്ദര്യവതിയായിരിക്കുന്ന മാതാവ് അവരുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, മക്കൾ ഇതറിഞ്ഞില്ല. സ്തോത്രം. ആരറിഞ്ഞില്ല? സ്തോത്രം. പല കാര്യങ്ങളും മക്കൾ അറിയുന്നില്ല. സ്തോത്രം. അപ്പന്റെ അമ്മയുടെ പല കാര്യങ്ങളും മക്കൾ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ. ആ 5-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്ന പദം ഒന്ന് വായിച്ചാട്ട്. അപ്പോൾ നീ കണ്ട് ശോഭിക്കും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും. കണ്ണിന് ഇപ്പോൾ കാഴ്ചയില്ല. സ്തോത്രം. അമ്മയുടെ കണ്ണ്, സ്തോത്രം, ഹല്ലേലൂയ. നല്ല കാഴ്ചപ്പാടുള്ള അമ്മയായിരുന്നു. നല്ല മൈലുകൾക്കപ്പുറത്ത് കൂടെ ഒരാൾ പോയാലും കാണാനുള്ള കണ്ണുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഇപ്പൊ കണ്ണിന് കാഴ്ച ഇല്ല. സ്തോത്രം. 1-ാമത്തെ അസുഖം കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. 2, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. അതിനർത്ഥം ഹൃദയം ചുരുങ്ങിപ്പോയി. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് ഹാർട്ട് അറ്റാക്ക്. സ്തോത്രം. ഹൃദയത്തിന്റെ വാൾവുകൾ ചുരുങ്ങിപ്പോയി. ശ്വസിക്കാൻ പറ്റുന്നില്ല, ശ്വാസം പുറത്തുവിടാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഹൃദയത്തിൽ വല്ലാത്ത വേദന വന്നപ്പോൾ, വല്ലാത്ത ഭാരം വന്നപ്പോൾ അവിടെ ഹൃദയം കൊണ്ട് ചുരുങ്ങിപ്പോയി. നേരത്തെ ദാവീദ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിലവിളിച്ചാണ് തൊണ്ട എഴുതിയത്. സ്തോത്രം. തൊണ്ടയ്ക്ക് പ്രശ്നം, കണ്ണിന് പ്രശ്നം, ഹൃദയത്തിന് പ്രശ്നം. അടുത്ത വാക്യം. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും. സമുദ്രത്തിലെ ധനം നിന്റെ അടുക്കൽ ചേരും. ഇപ്പൊ സാമ്പത്തികമായിട്ടൊന്നും, സ്തോത്രം, ഉടുതുണിക്ക് മറുപടിയില്ല. ദാരിദ്ര്യാവസ്ഥ. ഹല്ലേലൂയ. സമ്പന്നയായിരുന്നു, ഏറ്റവും ധനമുള്ളവളായിരുന്നു, ധനാഢ്യയായ ഇസ്രായേൽ. ഈ മാതാവ് ഇന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, തൊണ്ടയിൽ വരൾച്ചയുണ്ടായി, പിന്നെ ഹൃദയത്തിൽ പ്രശ്നം, സമ്പത്ത് നഷ്ടപ്പെട്ടു. അടുത്ത് ജാതിയുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ആമേൻ. അതിനർത്ഥം ജാതികൾ എവിടെ സമ്പത്തിനെ അടിച്ചിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. 5 തരത്തിലുള്ള പ്രയാസങ്ങളുടെ കടന്നുപോകുന്ന ഇസ്രായേൽ എന്ന സുന്ദരിയായ അമ്മ. ഇപ്പോൾ ഈ അമ്മ വളരെ സൗന്ദര്യം നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട്, കണ്ണ് ശോഭയില്ലാതെ, ഹൃദയം പിടച്ച്, ആമേൻ, ദരിദ്രയായി,
ഒന്നിനും കൊള്ളാത്ത ഒരമ്മയായി ഇരിക്കുന്നു. സ്തോത്രം. ഈ അമ്മയുടെ വിചാരം ഇത്രയേ ഉള്ളൂ, അതല്ല എന്റെ വിചാരങ്ങളൊന്നും, ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി, എന്റെ വിചാരങ്ങളൊന്നും നടന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ആലോചന മാത്രമേ എന്റെ ജീവിതത്തിൽ നിവൃത്തിയാകൂ. സ്തോത്രം. ഇന്ന് രാത്രി ഇസ്രായേൽ എന്ന സൗന്ദര്യവതിയായ മാതാവേ, നീ എത്രയോ കാര്യങ്ങൾ നീ ചിന്തിച്ചു, പല പല വിചാരങ്ങൾ നിനക്കുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും നിവൃത്തിയായില്ല. ദൈവത്തിന്റെ ആലോചന മാത്രമേ നിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ. സ്തോത്രം. ദൈവശബ്ദത്തിനു വേണ്ടി ഇസ്രായേൽ എന്ന ആ മാതാവ്, വാർദ്ധക്യം എന്ന മാതാവ്, മക്കൾ നഷ്ടപ്പെട്ട മാതാവ്, മകനെയും മകളെ നഷ്ടപ്പെട്ട മാതാവ്, ആരോഗ്യം നഷ്ടപ്പെട്ട മാതാവ്, കാഴ്ച നഷ്ടപ്പെട്ട മാതാവ്, തൊണ്ട വരണ്ടുപോയ മാതാവ്, ധനം നഷ്ടപ്പെട്ടു പോയ മാതാവ്, പ്രതാപം നഷ്ടപ്പെട്ടു പോയ മാതാവ് ദൈവത്തോട് നിലവിളിച്ചു. ഇന്ന് രാത്രി ആ മാതാവ് മനസ്സിലായി, ഞാൻ നിലവിളിക്കണമെങ്കിൽ എന്റെ നിലവിളികളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഭൂമിയുടെ അറ്റത്തോട് എന്റെ പ്രശ്നങ്ങളെ കൊണ്ടെത്തിച്ച ഒരു പൈശാചിക മണ്ഡലമുണ്ട്. അവന് വിരോധമായി ഞാൻ ഉയരത്തിലേക്ക് നോക്കി നിലവിളിക്കും. ഇന്ന് രാത്രി നിന്റെ നിലവിളികളെ, നിന്റെ കരച്ചിലുകളെ കേൾക്കുവാൻ ദൈവം വന്നിട്ടുണ്ട്. നീ കാഴ്ച നഷ്ടപ്പെട്ടവളാണോ? നിന്റെ കണ്ണിന് പ്രശ്നമാണോ? നിന്റെ ഹൃദയത്തിന് പ്രശ്നമാണോ? നിന്റെ തൊണ്ടയ്ക്ക് പ്രശ്നമാണോ? നിന്റെ കാലിന് പ്രശ്നമാണോ? ഹല്ലേലൂയ. നിന്റെ സ്ഥിതിഗതികൾ അറിയുന്ന, നിന്റെ ആരോഗ്യസ്ഥിതി അറിയുന്ന ഒരു ദൈവമുണ്ട്. വൈദ്യർ അറിഞ്ഞില്ലെങ്കിലും, ഡോക്ടർ അറിഞ്ഞില്ലെങ്കിലും, നിന്റെ മക്കൾ അറിഞ്ഞില്ലെങ്കിലും, ഭർത്താവ് അറിഞ്ഞില്ലെങ്കിലും, ദേശനിവാസി അറിഞ്ഞില്ലെങ്കിലും, അറിയുന്ന ഒരുവൻ ഇന്ന് രാത്രി, അറിയുന്ന ഒരുവൻ അറിയിലാണ് ഞാനിത് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആരാധിച്ചു തുടങ്ങ്. കരം കെട്ടിയിരിക്കുന്നത് നീ രോഗിയായിട്ടില്ല. പിന്നിൽ ഒരൊറ്റ വിഷയമുള്ളൂ, നിന്റെ ആരാധനക്കുറവ്, നിന്റെ പ്രാർത്ഥനാക്കുറവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ആരാധിച്ചു നോക്ക്. ഓ കൃപ കൃപ കൃപ. നീ ചിലത് കണ്ട് ശോഭിക്കുവാൻ പോകയാ. ഇന്ന് രാത്രി നീ ചിലത് കണ്ട് ശോഭിക്കുവാൻ പോകയാ. ഇതുവരെ കാണാത്ത കാഴ്ച, ഒരു മങ്ങുന്ന കാഴ്ച കണ്ട്, ഒരു മങ്ങൽ പോലെ കണ്ടിരിക്കുന്ന നീ തന്റെ കുറ്റം ബാധിച്ച, വെളിച്ചപ്പാട് നഷ്ടപ്പെട്ട, ഹല്ലേലൂയ, വെളിച്ചം നഷ്ടപ്പെട്ട, നിനക്കൊന്നും കാണുവാൻ പറ്റാത്ത രീതിയിൽ നിന്റെ കണ്ണിനെ ബന്ധിച്ച ബന്ധനം യേശുവിന്റെ നാമത്തിൽ ഇന്ന് അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ഒരു ചുടമ്പൽ പോലെ, ഒരു ചുടമ്പൽ പോലെ നിന്റെ കണ്ണിനെ ഹല്ലേലൂയ പറ്റിയിരിക്കുന്ന ചില ആലോചന ഇനി ഒന്ന് കാണരുത്. നന്മ കാണരുത്, മക്കളെ കാണരുത്, മകനെ കാണരുത്, മകളെ കാണരുത്, തലമുറകളെ കാണരുത്, സമ്പത്ത് കാണരുത്, നിങ്ങൾ കാണരുതെന്ന് പറഞ്ഞ് നിന്റെ കണ്ണിനെ കുരുടാക്കി മാറ്റിയ ചില മണ്ഡലങ്ങളെ രാത്രി കുഴക്കാക്കുക. രാത്രി ആരാധന കാണുവാൻ പോയ ഇസ്രായേലിന്റെ പരിപാലകന് എഴുന്നേറ്റിരിക്കുക. പരീക്ഷ നഷ്ടപ്പെട്ടതിന്റെ പരീക്ഷയെ കരപിടിക്കുവാൻ പുത്രനെ നഷ്ടപ്പെട്ട, ആരോഗ്യം നഷ്ടപ്പെട്ട, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട, ഓ ഹൃദയം, നല്ല ഹൃദയം പോലുമില്ലാതെ ഹൃദയവേദനയോടെ, ഓ രോഗത്തിന്റെ വാങ്ങക്കകത്ത് വേദനയോടെ ഭാരപ്പെടുന്ന ഇസ്രായേൽ കണ്ടില്ലേ? നിന്റെ കരച്ച്, നിന്റെ വിലാപം നീ മാറ്റുക. പലരെ ചൊല്ലി നീ കരയുകയോ? ഭർത്താവിനെ ചൊല്ലി, ഭാര്യയെ ചൊല്ലി, മക്കളെ ചൊല്ലി, അമ്മായിയമ്മയെ ചൊല്ലി, ദേശവാസികൾ നീ കരഞ്ഞ കരച്ചില് ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്വർഗത്തിലെ ഒന്ന് രാത്രി ശ്രദ്ധിക്കുക. കൃപ 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 കൃപ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ
നിൽക്കേണ്ടവളല്ല, നീ ഒറ്റപ്പെട്ടിരിക്കേണ്ടവളല്ല, നീ തനിച്ചിരിക്കേണ്ടവളല്ല. എന്റെ മകൻ നഷ്ടപ്പെട്ടുപോയി, എന്റെ മകൻ നഷ്ടപ്പെട്ടുപോയി, സകലം കൈവിട്ടു പോയല്ലോ എന്ന് ഓർത്ത് ഒരമ്മ, ഇസ്രായേലിന്റെ അമ്മ, സുന്ദരിയായ ഒരു അമ്മ പ്രതീക്ഷ നഷ്ടപ്പെട്ടവൾ ഇരിക്കുമ്പോൾ ഒരു ദൂതവളെ വേണ്ടിയിരിക്കുക. ഇന്ന് രാത്രി ഈ രാത്രി നിങ്ങളുടെ സ്വർഗം കൊണ്ടുപോകുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. കണ്ട് ശോഭിക്കുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓ, നിന്റെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത്, നിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയത്, നീ പോലും അറിയാതെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത്, നീ പോലും അറിയാതെ മക്കളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയത്, അവരെ സ്വർഗത്തിലെ നിയമമായ ഇനി എന്റെ മക്കളുടെ മടങ്ങി വരവെന്ന കാഴ്ച എനിക്കൊരു സ്വപ്നമാണ്. ഒരിക്കലും ഫലവത്താകാത്ത, ഒരിക്കലും ഫലിക്കാത്തൊരു സ്വപ്നം, ഒരിക്കലും യാഥാർത്ഥ്യമാക്കാത്ത ഒരു സ്വപ്നം എനിക്കുണ്ട്. എന്റെ സ്വപ്നം നഷ്ടപ്പെട്ടു പോയി, എന്റെ ദർശനം നഷ്ടപ്പെട്ടു പോയി, എന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി. നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം നിരത്തി വെക്കുവാനുള്ള ഒരു ഇസ്രായേലിന്റെ മാതാവ് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് അവൾ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കായി പോയി, ഞാൻ ഒറ്റപ്പെട്ടു പോയി. സംസാരിക്കാൻ ആരുമില്ല. ഇന്ന് രാത്രി സൈന്യന്റെ പറയാ, യേശുവിനെ പുത്രിയെ നീ തലവെക്കി നോക്ക, നീ തലകുടിച്ചിരുന്ന മതി, നീ വിഷമിച്ചിരുന്ന മതി, നീ ഭാരപ്പെട്ടത് മതി. ഇന്ന് രാത്രി നീ തലവെക്കി നോക്ക, ഇന്ന് രാത്രി തലവെക്കി നോക്ക, നീ തലവെക്കി ഉയർത്തേക്ക് നോക്ക. ചില മനോഹരമായ കാഴ്ചകൾ ഇന്ന് രാത്രി കാണുവാൻ പോകയാ. മനോഹരമായ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം, നീ കണ്ട സ്വപ്നം നീ നടക്കുവാൻ പോകയാ. ഒരിക്കലും നടക്കില്ല എന്ന് ഈ ചിന്തത്തിലെ വിഷയം വളരെ സാധ്യമാകുന്ന ദിവസമാ. ഇന്ന് രാത്രി സാധ്യമാകുന്ന ദിവസമാ. നീ തലപൊക്കി നോക്ക്, നീ തലപൊക്കി ചുറ്റും നോക്ക്. ഒന്ന് കിഴക്കോട്ട് നോക്ക്, നീ ഒന്ന് പടിഞ്ഞാറോട്ട് നോക്ക്, നീ തെക്കോട്ട് നോക്ക്, നീ വടക്കോട്ട് നോക്ക്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പുത്രിയെ നീ ഒന്ന് തലമുക്കി നോക്ക്, ഈ ആരാധന തലമുക്കി നോക്ക്, ഈ ആരാധന തലമുക്ക്. ഈ തലമുക്കയിലെന്ന് പറഞ്ഞ് നിന്റെ തലയെ ചവിട്ടി താഴ്ത്തി കളഞ്ഞവർ, നിന്റെ സ്വപ്നത്തെ ചവിട്ടി താഴ്ത്തി കളഞ്ഞവർ, നിന്റെ സൗന്ദര്യത്തെ ചവിട്ടി താഴ്ത്തി കളഞ്ഞ ചില ശത്രുക്കൾ കണ്ട് ഓ അന്തം വിടുമാറ്, അതിശയിക്കുമാറ് നീ എന്ന രാത്രി തലവെക്കുവാൻ പോകുകയാ. ഇന്ന് രാത്രി എത്ര പേർക്ക് തലവെക്കണം? പ്രോമിസ് ആൻഡ് ഹൗസ് ഓഫ് വർഷിപ്പിലേക്ക് കടന്നു ദൈവത്തിലെ തല താഴ്ത്തുവാനല്ല, തല ഉയർത്തണം. ആ പഴയ പാമ്പ് തല താഴ്ത്തി സാധാരണ, എന്നാൽ ദൈവമക്കൾ തല ഉയർത്തണം. തല ഉരിയുന്നവൻ പഴയ പാമ്പാണ്. ചില കുടുംബങ്ങളെ ബന്ധിച്ച, ചില കുടുംബങ്ങളെ സ്വപ്നത്തെ തകർത്ത് കളഞ്ഞ, സ്വപ്നതുല്യമായ ജീവൻ നയിച്ച പലരെയും തോട്ടത്തിന്റെ പുറത്താക്കി കളഞ്ഞ വഞ്ചനയുടെ നാവുള്ള വിഷമുള്ള സർപ്പം തല താഴ്ത്തുമ്പോൾ നീ തല ഉയർത്തണം. ഇതിനകത്ത് തല ഉയർത്താൻ ഒരു തല ഉയർത്തി ചുറ്റുപാടുകൾ നോക്കുകയാണ് എങ്കിൽ ഇതുവരെ കാണാത്ത ഒരു കാഴ്ച കാണുകയാണ്. നിന്റെ പുത്രന്മാരും പുത്രിമാരും മടങ്ങി വരും. ഇന്ന് രാത്രി പുത്രന്മാരും പുത്രിമാരും അടിമത്തത്തിലേക്ക് പോയവർ, വലിച്ചിഴച്ചു കൊണ്ടുപോയവർ, കണ്ണുകളെ പൊട്ടിച്ച് കാലുകളിൽ ചങ്ങലയിട്ട് കൈകളിൽ ചങ്ങലയിട്ട് ബന്ധിച്ചു കൊണ്ടുപോയി, വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഒരമ്മയ്ക്ക് കാണുവാൻ പറ്റാത്ത കാഴ്ച, ഒരമ്മയ്ക്ക് സഹിക്കുവാൻ പറ്റാത്ത ദയനീയമായ കാഴ്ച കണ്ട അമ്മ വിലപിച്ചു, അയ്യോ എന്റെ മക്കൾക്ക് ഈ ഗതി വന്നല്ലോ, അയ്യോ ഞാൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്ത് കരഞ്ഞൊരു മാതാവ്. ആ മാതാവ് പറഞ്ഞു, എന്റെ കണ്ണടയതിനു മുന്നമേ എന്റെ മക്കൾക്ക് നല്ലത് വരുന്ന കാരണം, എന്റെ കണ്ണടയതിനു മുന്നമേ
എന്റെ മക്കൾക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നതിന് കാരണം അവർക്ക് നല്ല വാഹനം ഉണ്ടാകണം, അവർക്ക് നല്ല സമ്പത്ത് ഉണ്ടാകണം, അവർക്ക് നല്ല വീടുണ്ടാകണം, അവർക്ക് നല്ല തലമുറ ഉണ്ടാകണം. നല്ലത് ആഗ്രഹിച്ച ഇസ്രായേൽ എന്ന മാതാവേ, പ്രാർത്ഥിച്ച് 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 നിന്റെ തൊണ്ട വരണ്ടുപോയി. ആരാധിച്ചതിന് തൊണ്ട വരണ്ടുപോയി. രാത്രി നിന്റെ വരൾച്ചകൾ അറിയുന്ന ദൈവം, നിന്റെ തലയിൽ ഒരു രോമം ഒഴിഞ്ഞു പോയാൽ അറിയുന്ന ദൈവം, ദൈവത്തോട് നീ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും എന്റെ പ്രാർത്ഥനകൾക്ക് എന്തേ മറുപടി ലഭിക്കാത്തത്? ദീർഘവർഷങ്ങളായി അവനെ പ്രാർത്ഥിച്ചിട്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്തേ ലഭിക്കാത്തത്? ദൈവമേ, നീ എന്നെ കാണുന്നില്ലയോ? എന്റെ തലമുറകൾ നീ കാണുന്നില്ലയോ? എന്റെ അവസ്ഥകൾ നീ അറിയുന്നില്ലയോ എന്ന് മാറത്തടിച്ച് വിലപിച്ച്, അല്ലയോ മാതാവേ, പിതാവേ, നിന്റെ തൊണ്ട വരണ്ടുപോയിരിക്കാം. ഉയരത്തിലെ ദൈവമനായ നീ തലമുറത്ത് നോക്ക്. നീ കുരുങ്ങുന്നത് മതി, തലമുറിക്കപ്പെട്ട മതി. തലയെടുത്ത് കൊടുക്കുവാൻ കഴിയാതെ ഞാൻ തലമുറിക്കപ്പെട്ടവളായി മാറി. ഇന്ന് രാത്രി നീ ഹല്ലേലൂയ, ഓ തലയെടുപ്പോടെ നിൽക്കേണ്ടതിന്റെ മഹത്വത്തോടെ നിൽക്കേണ്ടതിന്റെ പ്രൗഢിയോടെ നിൽക്കേണ്ടതിന്റെ അന്തസ്സോടെ നിൽക്കേണ്ടതിന്റെ തല താഴ്ത്തിപ്പിച്ചത് എന്തെന്നറിയാമോ? ശത്രുവിനെ ഭൂമിയുടെ അറ്റത്തോളം കൊണ്ടെത്തിച്ചു. ഇനി നിനക്ക് രക്ഷയില്ല, ഇനി നിനക്ക് നിലയില്ല, നിനക്ക് നിലനിൽപ്പില്ലെന്ന് പറഞ്ഞെടുത്ത് സ്വർഗത്തിൽ പറഞ്ഞു, ശത്രുവിന്റെ അറ്റത്തോളം കൊണ്ടെത്തിച്ചാലും നീ ഭാരപ്പെടേണ്ട, അവൻ ഭൂമിയുടെ അറ്റത്തെ നിന്നെ കൊണ്ടെത്തിച്ചു. ആകാശത്തിന് ഭൂമിക്ക് സകല നിലയ്ക്ക് തരുവാൻ പോയ വിശ്വസിക്കുക. ആകാശത്തെയും ഭൂമിയെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ്. വിഷയത്തിന്റെ അറ്റം കൊണ്ടെത്തിച്ചു. ഇനി ആ വിഷയത്തിന് മറുപടിയില്ല, മരിക്കുക തന്നെ. ഹല്ലേലൂയ എന്ന് നീ ഓർത്ത വിഷയത്തെയാണ് ദൈവം മടക്കി എടുക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ചില വിഷയത്തെ സ്വർഗം പൊടി തട്ടി തിരിച്ചെടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ കന്യകേ, ഇസ്രായേൽ പുത്രിയെ, എന്റെ മാനസപുത്രിയെ, എന്റെ ഇഷ്ടപ്പെട്ട മകളെ, നിന്റെ കരച്ച് നിർത്ത. ആമേൻ. സ്വർഗീയ പിതാവ് പറയുക, നിന്നെ കരച്ച് നിർത്ത, നിന്റെ വിലാപം നിർത്ത്. എനിക്ക് സഹിക്കുവാൻ പറ്റുന്നില്ല. സ്തോത്രം, സ്തോത്രം. പലപ്പോഴും ഹല്ലേലൂയ എന്റെ മകള് സ്റ്റെവിയും സബലൊക്കെ പറയാറുണ്ട്, പപ്പയ്ക്ക് എന്തെങ്കിലും നിസ്സാരമായി വെച്ച വിഷയമായി പപ്പയ്ക്ക് അറിയാം. സ്തോത്രം. ആരെങ്കിലും കാരണം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ കരുതുക. സ്തോത്രം. മുമ്പ് ഇങ്ങനത്തെ അസുഖമൊന്നുമില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ അടുത്ത് വെച്ച് ഒരാൾ മരിച്ചു വീണാലും ശരി തന്നെ ഞാൻ പെട്ടെന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകും. സ്തോത്രം. ഇപ്പൊ ലോല ഹൃദയനാണെന്ന് എനിക്ക് അറിയത്തില്ല, മരണ വീട്ടിൽ പോലും എനിക്കിപ്പോ പോകാൻ പറ്റില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യരുടെ ചില അവസ്ഥകൾ കാണുമ്പോൾ ഞാൻ അറിയാതെ കാര്യമാണ്. സ്തോത്രം. ദൈവത്തിലെ ഹല്ലേലൂയ. ദൈവം പറയുന്നത്, ആമേൻ, നിനക്കൊരു മാറ്റം ആവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. നീ മറ്റുള്ളവർക്ക് വേണ്ടി നീ കരയണം. ആമേൻ. നിന്റെ കരച്ചിലുകളെ ഒരു മറുപടിയായി തരും. ആമേൻ. രാത്രി കരയുന്നവരെ മാത്രമേ ദൈവം കരച്ചു നിർത്താൻ പറയൂ. സ്തോത്രം. ഹല്ലേലൂയ. കരയാത്തവരടുത്ത് കരച്ചു നിർത്താൻ പറഞ്ഞ കാര്യം ഇല്ല. സ്തോത്രം. അപ്പോൾ ദൈവം യെരൂശലേം പുത്രിയോട് അല്ലെങ്കിൽ ഇസ്രായേൽ പുത്രിയോട് പറയുന്നത്, നീ കരച്ചിൽ മതിയാക്ക്. സ്തോത്രം. അപ്പൊ അത്രത്തോളം കരഞ്ഞവളോടാണ് ദൈവം പറഞ്ഞത് കരച്ചു നിർത്താൻ. കരയാത്തവരോട് ദൈവം കരച്ചു നിർത്താൻ. സ്തോത്രം. കരയാത്തവരുന്ന് കരഞ്ഞു തുടങ്ങണം. നാളുകളെ കരഞ്ഞവർ കരച്ചു നിർത്തണം. ഹല്ലേലൂയ. 4ാമത് വാക്യം വായിച്ചു. 4. നീ തലപൊക്കി നോക്കി ചുറ്റും നോക്കുക. അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. ആമേൻ. അവരെല്ലാവരും ഒന്നിച്ചുകൂടി. മകൻ വരുമ്പോൾ മകൾ വരൂല, മകള് വരുമ്പോ മരുമൻ വരൂല, മരുമൻ വരുമ്പോ ചെറുമക്കൾ വരൂല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭർത്താവ് വരുമ്പോ ഭാര്യയും വരൂല, ഭാര്യയും ഭർത്താവ് വരാൻ തീരുമാനിക്കുക, മക്കള്
സ്തോത്രം. പാസ്റ്റ് വരുമ്പോ വിശ്വാസം വരുമ്പോ പാസ്റ്റ്. സ്തോത്രം. ഐക്യതയില്ലായ്മയാണ് ഒന്നാമത്തെ ലക്ഷ്യം. സ്തോത്രം. ദൈവം പറയുന്നു അവരെല്ലാവരും ഒന്നിച്ച്. സ്തോത്രം. അടിമത്തിൽ പോയപ്പോൾ ഹല്ലേലൂയ. സ്തോത്രം. അതുവരെ അവർ ഒന്നിച്ചു കൊടുക്കും. അടിമത്തിൽ പോയപ്പോൾ പറഞ്ഞു അപ്പീ എനിക്ക് ആപത്ത് പറ്റി. സ്തോത്രം. അപ്പൊ പറഞ്ഞ അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പൊന്നു സഹോദരാ സഹോദരി, എനിക്ക് എന്റെ അച്ഛ അമ്മ എനിക്കിതൊക്കെ സംഭവിച്ചത് അങ്ങോട്ട് ഇങ്ങോട്ടും വിഷമം വരുമ്പോ പ്രതിസന്ധി വരുമ്പോ പറയും. സ്തോത്രം. പക്ഷെ ഒന്നിച്ചു കൂടുക. ആമേൻ. ഒന്നിച്ച്. സ്തോത്രം. ദൈവം പറയുന്നത് ഒന്നാമത്തെ ദൈവത്തിന്റെ പ്രത്യേകത ഗിഫ്റ്റ്. അവർ നീ തലവൊക്കെ നോക്കിയാൽ അവരെല്ലാരും ഒന്നിച്ച്. സ്തോത്രം. അതൊരു മഹനീയമായ ഒരു കാഴ്ചയാണ്. സ്തോത്രം. മനോഹരമായൊരു കാഴ്ച. ആമേൻ. പ്രിയ അങ്ങളിങ്ങനെ വീട്ടിൽ രാവിലെ ഉറക്കം എണീറ്റ് ഡോറൊക്കെ തുറന്ന് നോക്കിയപ്പോഴാണ് ആൻസി, സ്തോത്രം, ശാലേവ്, സജീവിന്റെ അമ്മ അവരെല്ലാം കൂടി വണ്ടി വിളിച്ച് നേരെ രാവിലെ. സ്തോത്രം. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ വീട്ടിൽ ഞാൻ വരില്ലെന്ന് പറഞ്ഞതായിരിക്കും. സ്തോത്രം. രാവിലെ നോക്കിയപ്പോൾ അവരെല്ലാം കൂടി. സ്തോത്രം. ആൻറ്റി ഉറക്കെ വേണ്ടി നോക്കിയപ്പോഴാണ് ആൻറ്റയും ആൻറ്റിയുടെ ഭാര്യയും 2 മക്കളും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങളവിടെ വെറുതെ ഇരിക്കും. അങ്ങള് നേരെ ആൻറ്റി പറയും നോക്കടി, ഇതുവരെ വരാത്ത മക്കളും മരുമക്കളും എല്ലാവരും ഇതാ. സ്തോത്രം. കയ്യിൽ കാശില്ലെങ്കിലും ഓടിച്ചെന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് പറക്കി ഒരുമിച്ച ഭക്ഷണം കഴിച്ച് ഭയങ്കര സന്തോഷത്തോടെ കൂടി അല്ലേ. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയതിനൊക്കെ ദൈവം. സ്തോത്രം. നീ തലവൊക്കി നോക്കിയാൽ കാണുന്ന കാഴ്ചക്കകത്ത് ഒരു സന്തോഷമുണ്ട്. ആമേൻ. ഇത് കാണിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിന്റെ കണ്ണിനെ, സ്തോത്രം, കണ്ണിന്റെ ശോഭയെ കെടുത്തി കളഞ്ഞത്. കണ്ണിന് ശോഭയുണ്ടെങ്കിലല്ലേ കാണാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ഭാഗം. നിന്റെ പുത്രന്മാർ ദൂരത്തുനിന്ന് വരും. നിന്റെ പുത്രിമാരെ. സ്തോത്രം. പുത്രന്മാർ ദൂരത്തുനിന്ന്. സ്തോത്രം. പുത്രന്മാരിപ്പം കടലും കടന്ന് വിദേശത്ത് പോയി. സ്തോത്രം. അതിൽ വിദേശ രാജ്യത്തിനാണ് അത് തട്ടിപ്പെട്ടങ്ങ് പോയത്, അടിമയാക്കിട്ട് പോയത്. അവിടെ കൊണ്ട് ജോലിയൊക്കെ ചെയ്ത് ഒന്നിനും കൊള്ളാത്തൊരു ഒരു പരിവാക്കി മാറ്റി. സ്തോത്രം. പക്ഷെ അവര് മടങ്ങി. അവർ വരുമ്പോഴെന്റെ പുത്രിമാരെ അവരുടെ കയ്യിൽ വഹിച്ചുകൊണ്ട് അടുത്ത അപ്പോൾ നീ കണ്ട് ശോഭിക്കും. സ്തോത്രം. അപ്പോൾ നിന്റെ കണ്ണിനെ മങ്ങലേറ്റത്, കണ്ണ് തിമിരം ബാധിച്ചിരുന്നതൊക്കെ നീ. സ്തോത്രം. മക്കളെ കാണുമ്പോൾ അവരുടെ നല്ലത് കാണുമ്പോൾ നിന്നെ അറിയാതെ കണ്ണ് ശോഭിക്കും. അടുത്ത് നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. ഹൃദയം ചുരുങ്ങിപ്പോയി. ഹാർട്ടിന്റെ പ്രയാസം. ഈ മഹനീയമായ കാഴ്ച കാണുമ്പോൾ ഹൃദയത്തിലൊരു പിടച്ചുണ്ടാകും. സ്തോത്രം. ഹൃദയം പിടയ്ക്കുമ്പോൾ ഹൃദയത്തിലെ വാൾവിനകത്ത് രക്തോട്ടമുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹൃദയത്തെ ഹല്ലേലൂയ ബന്ധിച്ചു വെച്ചിരിക്കുന്നത് ഹൃദയത്തിലെ വാൾവിനെ ചുരുക്കി ഹല്ലേലൂയ നിന്റെ ജീവനെ അപഹരിക്കുമെന്ന് വെല്ലുവിളിച്ചെന്ന ചില മണ്ഡലങ്ങളെ സ്വർഗത്തിൽ പറയുക. നിന്റെ ഹൃദയം പിടച്ച് 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 വികസിക്കുവാൻ പോകുക. ഇന്ന് രാത്രി ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തൊടുകയാ, കരം തൊടുകയാ. അപ്പൻ തൊട്ടവരും അപ്പുറം തൊട്ടവരും സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ ഈ മനോഹര കാഴ്ച കാണുമ്പോൾ നിന്റെ ഹൃദയം പിടച്ച് പിടച്ച് വികസിക്കുവാൻ പോകുക. അത് വികസിച്ചു പോകട്ടെ. ചുരുങ്ങിപ്പോയ ഹൃദയം, രോഗത്തിന് അടിമപ്പെട്ടു പോയ ഹൃദയം, ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞ വിഷയം. ഹല്ലേലൂയ. ഹൃദയത്തിൽ ചില ബ്ലോക്കുകളുണ്ട്. കാശില്ലാത്തതിന് പേരിൽ ഹല്ലേലൂയ ശസ്ത്രക്രിയ മാറ്റിവെച്ചവർ ഒത്തിരിയുണ്ട്. സ്വർഗ്ഗദേവൻ പറയുക, നിന്റെ ഹൃദയം പിടച്ച് പിടച്ച് വികസിച്ചു വരും. നീ വിശ്വസിക്കുക. നിന്റെ ഹൃദയം പിടച്ച് പിടച്ച് വികസിച്ചു വരും. ഡോക്ടർമാർ അതിശയം കൂറുമാറ്
വൈദ്യന്മാർ അതിശയിച്ചു പോകുമാറ് സ്വർഗത്തിലെ വീര്യപ്രവൃത്തി, ദൈവത്തിന്റെ വീര്യപ്രവൃത്തി ചില ഭവനങ്ങളിൽ, ചില വ്യക്തികളിൽ നടക്കുവാൻ പോകുക. ഇന്ന് രാത്രി വിശ്വസിക്കുക. ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ പ്രോമിസ്ഡ് ലാൻഡ് ഹൗസ് ഓഫ് വർഷിപ്പ്, ഹല്ലേലൂയ, ഈ പ്രസ്ഥാനത്തിന്റെ ഹല്ലേലൂയ ഫേസ്ബുക്കിലൂടെ അവൻ ഹല്ലേലൂയ ശബ്ദം കേട്ടുകൊണ്ടിരുന്നവരെ, നീ ഒരുപക്ഷെ ഹൃദയപരമായ ഹൃദ്രോഗിയായിരിക്കാം. നിന്റെ ഹൃദയം പിടച്ചു വികസിച്ചു വരും. ഹല്ലേലൂയ, കാശില്ലാത്തതിന്റെ പേരിൽ ഓപ്പറേഷൻ മാറ്റിവെച്ചിരിക്കുക. നീ വിശ്വസിക്കുക. ഇന്ന് രാത്രി ദൈവം അത്ഭുതം ചെയ്യുവാൻ പോകുക. അടുത്ത് സമുദ്രത്തിന്റെ ധനം ആ നിന്റെ അടുക്കൽ ചേരും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും. മാത്രം ചില വിഷയത്തെ നിന്റെ ധനത്തെ വെള്ളം കൊണ്ടുപോയി. മാത്രം ആര് കൊണ്ടുപോയി? വെള്ളം കൊണ്ടുപോയി. സമുദ്രം സാധാരണ വെള്ളമല്ല, സമുദ്രം കൊണ്ടുപോയി. സമുദ്രത്തിൽ ഒരു വിഷയം കിട്ടിയാൽ അതിങ്ങനെ കൊണ്ടത് പോകും. ഇനി ഒരിക്കലും മടങ്ങി വരാത്ത വിഷയം. സ്തോത്രം. ഒരുപക്ഷെ അതിന്റെ സമ്പത്തായിരിക്കാം. ഹല്ലേലൂയ, മടങ്ങി വരാതെ അതാ ദൂരെ കൊണ്ടുപോയി. ദൈവം പറയുന്നു, സ്തോത്രം, സമുദ്രത്തിലെ ധനം നിന്റെ അടുക്കൽ വന്ന്, സ്തോത്രം, ഹല്ലേലൂയ. ആരൊക്കെയോ നമ്മെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട്. സ്തോത്രം. നിങ്ങളെ സമ്പത്തുകളെ പറ്റിച്ചു കൊണ്ടുപോയി ഒരുപാടുണ്ട്. ഇനി ഒരിക്കലും എന്റെ അടുക്കൽ വരികയില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ദൈവം പറയുന്നു, നിനക്കാത്ത നാഴികയിൽ ധനം നിന്റെ അടുക്കിലേക്ക് വന്നു ചേരും. നീ ഒന്ന് തലപൊക്കിയാൽ മാത്രം മതി. ആമേൻ. നീ തലപൊക്കിയാൽ ശത്രുവിനറിയാം, അവൻ തലപൊക്കിയിരിക്കുന്നു, ഇനി എനിക്ക് രക്ഷയില്ല. അവൻ തലപൊക്കിയിരുന്നു, ഇനി രക്ഷയില്ല. ഞാൻ അവന്റെ തലയെ ചവിട്ടി താഴ്ത്തി വെച്ചു. തലപൊക്കാതിരിക്കേണ്ടതിന് ചില ഭാരം കയറ്റി വെച്ചു. ഇന്ന് അവർ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ അവർ ധനവുമായി നിന്റെ അടുക്കലേക്ക് അടുത്ത്. ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ. ഇന്ന് രാത്രി ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. വരണമോ? ഞാനെങ്കിലും ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. മകനും മകളും വെറുതെ വരികയല്ല. അടുത്ത വായിച്ച ഒട്ടകങ്ങളുടെ കൂട്ടവും നാളിന്റെ അവസരം വെച്ചാണ്ട് അവർ വരുന്നത് വെറുതെയല്ല. അപ്പോൾ നീ കണ്ട് ശോഭിക്കും. ശ്രദ്ധിക്കണേ, ആ മക്കളും മരുമക്കളും പുത്രന്മാരും പുത്രികളും വരുന്ന വെറുങ്കയോടെയല്ല, അവർ സമ്പത്തുമായിട്ടാണ് മടങ്ങി വരുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി വെറുങ്കയോടെ നിങ്ങളെ പറഞ്ഞയക്കുമെന്ന് ശത്രു വാദഗതി പറയുമ്പോൾ, അല്ലയോ സുന്ദരിയായ മാതാവേ, നീ ഇപ്പോൾ വിധവയായിരിക്കുന്നു, മുത്തശ്ശിയായി മാറി, വാർദ്ധക്യമായി മാറി. പക്ഷെ ദൈവം പറയുന്നു, നിന്റെ മക്കൾ വെറുങ്കയോടെ വരികയില്ല, അവരുടെ കൈക്കകത്ത് സമ്പത്തുണ്ടാകണം. സ്തോത്രം. നിങ്ങളുടെ മക്കളുടെ കൈക്കകത്ത് സമ്പത്തുണ്ടാകണം. മരുമക്കളുടെ കൈക്കകത്ത് സമ്പത്തുണ്ടാകണം. മരുമക്കളുടെ കൈക്കകത്ത് സമ്പത്തുണ്ടാകണം. ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാൽ ഒരു നിമിഷം പ്രാർത്ഥന. കർത്താവ്, എന്റെ തലമുറകളുടെ കൈക്കകത്ത് സമ്പത്തുണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ. മക്കളുടെ സമ്പത്തിന് വേണ്ടി പ്രാർത്ഥന. ഇന്ന് രാത്രിയുടെ തലമുറകൾക്ക് സമ്പത്തുണ്ടാകണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ വിവാഹം കഴിഞ്ഞിട്ടില്ല, മക്കളായിട്ടില്ല, പിന്നെ ഞാൻ ഹല്ലേലൂയ ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങുക. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ കയ്യിൽ സമ്പത്തുണ്ടാകും. അവർ സമ്പന്നന്മാരായി സമ്പന്നതയുള്ളവരായി മാറണം. ഹല്ലേലൂയ. അവരുടെ കൈക്കകത്ത് വെറുങ്കയോടെ നടക്കരുത്, വെറുങ്കയോടെ നടക്കരുത്. അവരുടെ കയ്യിൽ ഹല്ലേലൂയ സമ്പത്തുണ്ടാകണം, ധനമുണ്ടാകണം. ഹല്ലേലൂയ. അവർക്ക് ബഹുമാനമുണ്ടാകും, ധനമുണ്ടാകും. ഇന്ന് രാത്രി ഹല്ലേലൂയ അവർ പ്രാർത്ഥിച്ചു തുടങ്ങുക. തലമുറകൾക്ക് പ്രാർത്ഥിച്ചു തുടങ്ങുക. അവർ മടങ്ങി വരുമ്പോൾ അവരുടെ കരത്തിൽ സ്വർഗം വെറുങ്കയോടെ വിടത്തില്ല, അവരുടെ കരത്തിൽ ചെയ്തു കൊടുക്കും. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാൽ പറ, കർത്താവേ, എന്റെ മക്കൾ വെറുങ്കയോടെ വരും.
അവർ വെറും കൈയോടെ വരുന്നത്. കാരണം കൈ നിറയെ പണവുമായിട്ട് വരണം, കൈ നിറയെ സമ്പത്തുമായി വരണം. വാടക വീട്ടിൽ കിടന്ന മതി, ഇനി അവർക്ക് സ്വന്തമായി വീടുണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. എന്ത് വാഹനത്തെ പ്രശ്നം, അത് വേണ്ട, നല്ല പുതിയ വാഹനം വരണം. സ്തോത്രം. പ്രാർത്ഥന ദൈവം എല്ലാം തരും. അവൻ ഇയ്യോബിന്റെ പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യം വായിച്ചു തീർക്കാം. ഇയ്യോബ് 20:15 വേഗത്തിൽ. ഇയ്യോബ് 20:15 വേഗത്തിൽ. ഇയ്യോബ് 20:15. അവൻ സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു, അത് വീണ്ടും ഛർദ്ദിക്കേണ്ടി വരും. ദൈവം അത് അവന്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി കളയും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്യം എത്ര മനസ്സിലായി? സ്തോത്രം. ഒന്നുകൂടെ വാക്യമായി. അവൻ സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു. ഇന്ന് രാത്രി നമ്മുടെ സമ്പത്തിനെ വിഴുങ്ങിക്കളയുന്നവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ എത്ര അധ്വാനിച്ച് കിട്ടുന്ന സമ്പത്തിനെ വിഴുങ്ങുന്ന പിശാച്. ഹല്ലേലൂയ. അവൻ ജാതി എന്ന് പറയാം, കള്ളൻ എന്ന് പറയാം, പിശാച് എന്ന് പറയാം. അവന് പ്രത്യേകത, നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്തിന് അവൻ. സ്തോത്രം. ഹല്ലേലൂയ. ജോലിക്ക് ഒരു കുറവും. ഒത്തിരി ജോലിയുണ്ട്, പക്ഷെ സമ്പത്ത്. ആമേൻ. 1000 രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോഴും പിറ്റേ ദിവസം എടുക്കാൻ ഒരുമില്ല. നമ്മുടെ സമ്പത്തിന് വിഴുങ്ങിക്കളയുന്ന ചില പിശാച്, അവരെ നമ്മൾ രാത്രി തകർത്തേ പറ്റും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്തുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിൽക്കാം. ആമേൻ. പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ, സ്തോത്രം, ATM-ൽ കാശുണ്ടെങ്കിൽ, ബാങ്കിൽ കാശുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പ്രശ്നത്തെ പിടിച്ചു നിർത്താം. പക്ഷെ ഇതില്ലെങ്കിലോ? സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളുടെ സമ്പത്തുകളെ വിഴുങ്ങിക്കളയുന്ന ഘോരനാകുന്ന വിശാലിന്റെ തലയെ സ്വർഗം തകർക്കണം. ഇന്ന് രാത്രി നിന്നെ ധനനാക്കി മാറ്റുന്ന നിന്റെ സാമ്പത്തിക വിഷയത്തിന്മേൽ, ഹല്ലേലൂയ, ആ വിഷയത്തെ വിഴുങ്ങിക്കളയുന്ന ചില പാപിന്റെ ശക്തികളെ, ചില ജാതീയ ശക്തികളെ, ചില പൈശാചിക ശക്തികളെ, ചില കള്ളന്മാരുടെ ശക്തികളെ, ചില കൊള്ളക്കാരുടെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി പുറത്താക്കുക. അവൻ വിഴുങ്ങിക്കളഞ്ഞത് ഇന്ന് രാത്രി ഛർദ്ദിക്കണം അവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ സമ്പത്തുകൾ അവൻ ഹല്ലേലൂയ വിഴുങ്ങിയെങ്കിൽ ഈ ആരാധന കഴിയുമ്പോൾ അവന്റെ സമ്പത്തിനെ ഛർദ്ദിക്കുവാൻ പോകുകയാ. അവൻ പറയുക, ഹല്ലേലൂയ, ഞാൻ യോനയെ വിഴുങ്ങുന്ന പോലെ വിഴുങ്ങി, പക്ഷെ എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് സമാധാനമില്ല. അവൻ വിഴുങ്ങിയവൻ കത്തിയതുപോലെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നിന്റെ സമ്പത്തിനെ ഹല്ലേലൂയ അകാരണങ്ങളാൽ പലിശയുടെ പേരിൽ സ്തോത്രം വിഴുങ്ങിയ പലരുമുണ്ട്. സ്തോത്രം. സമ്പത്തിനെ ഇനിയും വേണമെന്ന് ഇനിയും വിഴുകുവാൻ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. സ്തോത്രം. സ്വർഗത്തെ ദൈവം പറയുക, അവൻ വിഴുങ്ങിയത് മതി, ഇനി അവർ ഛർദ്ദിക്കാൻ പോകും. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ തിമിങ്ങനെ നോക്കിയപ്പോൾ യോനയെ കിട്ടി. സ്തോത്രം. പെട്ടെന്നടുത്തങ്ങ് വിഴുങ്ങി. പക്ഷെ അന്ന് തൊട്ടതില്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഹല്ലേലൂയ. അനധികൃതമായി എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ധനം വിഴുങ്ങിയ ചില ജാതീയ ശക്തിയുണ്ട്, ചില ധനാട്യ ശക്തിമാരുണ്ട്, ദേശത്തിലെ പ്രമുഖന്മാരുണ്ട്. അവർക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, വീട്ടിനകത്ത് പ്രശ്നം, ശരീരത്തിൽ ഒരുപാട് രോഗങ്ങൾ, അസ്വസ്ഥ, ഉറങ്ങാൻ പറ്റില്ല. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ ആഹാരം ഭക്ഷിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം ദഹിക്കുന്നില്ല, അത് ചെയ്ത് ഇത് ചെയ്ത്. ഇന്ന് രാത്രി ഹല്ലേലൂയ സ്വർഗത്തിലെ ദൂത് പറയുക, നീ ഛർദ്ദിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവമക്കളുടെ സമ്പത്തിനെ കൊള്ളയിട്ട വിഴുങ്ങിയ പൈശാചിക മണ്ഡലങ്ങളോട് സ്വർഗത്തിലെ പറയുക, നീ വിഴുങ്ങിയെങ്കിൽ നീ ഛർദ്ദിക്കുവാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. നിരവധി പേരുടെ ശാപം, ആമേൻ, ഇല്ലായ്മക്കാരന്റെ വരുമാനത്തെ
അവർ പകരന്തിയോളം ജോലി ചെയ്ത് കൊണ്ടുവരുന്ന കാശിനെ പിടിച്ചു പറിക്കുന്ന ആ കാശിനെ വിഴുങ്ങിയ ജാതീയ ശക്തിയെ, സാത്താന്യ ശക്തിയെ, മാനുഷിക ശക്തിയെ, മനുഷ്യനെന്ന പരിഗണന പോലുമില്ലാതെ അവനെ കഞ്ഞി കുടിക്കുവാൻ നിർവാഹമില്ലെന്ന് അറിഞ്ഞിട്ടും കൃപ 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 അവന്റെ സമ്പത്തിനെ വിഴുങ്ങിയ മിശാചിനോട് സ്വർഗപ്രദം പറയുകയാ, നീ വിഴുങ്ങിയത് മതി, നീ ഛർദ്ദിക്കാൻ പോകുന്നു. രാത്രി ആരാധിച്ചു തുടങ്ങാം, രാത്രി ആരാധിച്ചു തുടങ്ങാം. നിന്റെ സമ്പത്തിനെ വിഴുങ്ങിയ ജാതിയുടെ ശക്തികൾ, നിന്റെ സമ്പത്തിനെ വിഴുങ്ങിയ കൊള്ളക്കാർ, നിന്റെ സമ്പത്തിനെ വിഴുങ്ങിയ മാനുഷിക ശക്തികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ കൃപ കൃപ. അവ തിരിച്ച് ശബ്ദിക്കുവാൻ പറയാ. അവൻ പറ, അയ്യോ ഞാൻ വിഴുങ്ങി, ഞാൻ പിടിച്ചു പറിച്ചു നിന്റെ സമ്പത്തിനെ കൊള്ളയിട്ട്, പക്ഷേ പലിശയും പിഴപ്പലിശയും അതും ഇതും പറഞ്ഞ് കൂട്ടുപലിശ അങ്ങനെ. ഹല്ലേലൂയ. അവ എത്ര എത്ര കാശ് കൊടുത്തിട്ടും മുതലിൽ വെക്കാതെ അതിന്റെ പലിശ ഇനത്തിൽ കൂട്ടി നിന്നെ വീണ്ടും 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 കടമുള്ളവനായി, കടത്തിന്റെ കടമുള്ളവനായി ഒരു ബാധ്യതക്കാരനാക്കി മാറ്റിയ ജാതീയ ശക്തികളോട് ദൈവത്തിന്റെ ആത്മ പറയും, നീ സമ്പത്ത് വിഴുങ്ങിയെങ്കിൽ എന്റെ മകളുടെ, എന്നെ ആരാധിക്കുന്ന മകന്റെ, പ്രാർത്ഥിക്കുന്നവന്റെ സമ്പത്ത് വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നീ കക്കുക തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഇന്നവർ കക്കട്ടെ. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കക്കിയെ പറ്റി. ഞാൻ വെറും വാക്ക് പറയുകയില്ല. ഇന്ന് രാത്രി നിന്റെ സമ്പത്തിന് ആര് വിഴുങ്ങി വെച്ചോ, നിന്റെ ധനത്തെ ആര് വിഴുങ്ങി വെച്ചോ, അവൻ കക്കുവാൻ പോകയാ. ഇന്ന് രാത്രി അവൻ കക്കുവാൻ പോകയാ. അവനെ കൊണ്ട് സ്വർഗം കത്തിക്കുക, അവനെ കൊണ്ട് അവൻ ശർദ്ദിക്കുക. ഹല്ലേലൂയ. ഇന്ന് വിഴുങ്ങിയത്, ഇന്ന് വിഴുങ്ങിയവൻ ശർദ്ദിക്കുവാൻ പോകുന്നു. അവന്റെ വയറിന് ദഹനമില്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഉറക്കമില്ല. ഓ കൃപ 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 കൃപ. നീ സ്വസ്ഥമായി മുറങ്ങണോ, നീ ശർദ്ദിച്ചേ പറ്റൂ. അല്ലയോ യോനയെ വിഴുങ്ങിയ തിമിംഗലമേ, നീ യോനയെ ശർദ്ദിച്ച നിനക്ക് ഉറക്കമുണ്ട്. പെറ്റ് വളർത്താൻ പ്രായമുള്ള അമ്മയോട്, നിന്നെ ജനിപ്പിക്കുവാൻ പ്രായമായ ഉള്ള അപ്പനോട്, നിന്റെ സഹോദരന് അത് പ്രായമുള്ള വ്യക്തിത്വത്തോട് ബഹുമാനമില്ലാതെ സ്തോത്രം, നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്റെ ദൈവം കാണുകയാണ്. ഇന്ന് രാത്രി നീ ഏത് വ്യക്തിത്വമാകട്ടെ, നീ ശ്രദ്ധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. തിമിംഗലം വിചാരിക്കുക, ഈ കടലിലെ പ്രമാണി ഞാനാണ്, എനിക്ക് ഭംഗിയുണ്ട്, സാമർഥ്യമുണ്ട്, വണ്ണമുണ്ട്, പൊക്കമുണ്ട്, മറ്റുള്ള ചെറുമീനുകളെക്കാൾ ഉപരി എനിക്ക് എല്ലാം ഉണ്ടെന്ന് അഹങ്കാരത്തോടെ നടന്നൊരു തിമിംഗലം. ആർക്കെ കീഴ്പ്പെടാത്തൊരു തിമിംഗലം. ചെറുമീൻ പല്ലടിച്ച് കാണിക്കും സ്നേഹത്തോടെ, പക്ഷെ പല്ലടിച്ച് കാണിക്കുന്നെങ്കിലും പല്ലടിച്ചത് വെറുതെയല്ല, വിഴുങ്ങാൻ വേണ്ടി. സ്തോത്രം. ആ തിമിംഗലത്തിനകത്താണ് യോന അകത്ത് കയറി. സ്തോത്രം. എല്ലാവരെയും വിഴുങ്ങി, ചെറിയ മീനുകളൊക്കെ വിഴുങ്ങി, കടലിലുള്ള സകലരെ വിഴുങ്ങി. പിന്നെ അവൻ ദേവദാസനെ വിഴുങ്ങാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. യോനയെ വിഴുങ്ങാൻ തുടങ്ങി. അതോടുകൂടെ പ്രാർത്ഥിക്കുന്നവനെ, ആരാധിക്കുന്നവനെ, ഉപവസിക്കുന്നവനെ വിഴുങ്ങാൻ ശ്രമിച്ച അവൻ തിമിംഗലം നെട്ടോട്ട ഓടാൻ തുടങ്ങി. 3 ദിവസമായിട്ട് പരവേശം അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി ദൈവം പറയുക, നിന്റെ സമ്പത്തുകളെ, നിന്റെ ജീവന്, നിന്റെ തലമുറകളെ വിഴുങ്ങിയ പിശാച് അവൻ ശർദ്ദിക്കുവാൻ പോയോ. സ്തോത്രം. ഹല്ലേലൂയ. തൊട്ടടുത്ത വായിച്ചാട്ടെ. ദൈവം അവന്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി. ദൈവം അത് അവന്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീർണമാകയില്ല എന്ന് ദൈവം അവന്റെ വയറ്റിനകത്ത് നിന്ന് പുറത്താക്കി കളയും. ഇന്ന് രാത്രി എല്ലാം കൊണ്ടും പടഞ്ഞാട്ടെ. ഈ രാത്രി നമുക്ക് പറയാം, കർത്താവേ
എന്റെ ഹൃദയം ക്ഷീണിച്ചു പോയി. ഞാൻ നിലവിളിച്ചു, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, എന്റെ തൊണ്ട വരണ്ടു പോയി. കൃപ 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 കൃപ. ഹല്ലേലൂയ. ഉറക്കെ നിലവിളിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. എന്റെ ഹൃദയം ക്ഷീണിച്ചു പോയി. ഭൂമിയുടെ അറ്റത്തോളം ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ചു. ഉയരത്തിലെ ശക്തി എനിക്ക് ലഭിച്ചു. ആമേൻ. എന്റെ കണ്ണിന് പ്രശ്നം, എന്റെ ഹൃദയത്തിന് പ്രശ്നം, സാമ്പത്തിക മണ്ഡലങ്ങളിൽ പ്രശ്നം, മാനസികമായി പ്രശ്നം, ശാരീരികമായി പ്രശ്നം, ആത്മീയമായ പ്രശ്നം, മൊത്തത്തെ പ്രശ്നങ്ങളകത്ത് ഞാൻ അകപ്പെട്ടു പോയി. ശത്രുവിന്റെ സമ്പത്തുകളെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. ഇനി എനിക്കൊരു മടങ്ങി വരവുണ്ടോ? എന്റെ കുഞ്ഞുങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ? അവർ അടിമകളാക്കി പോയി, അവർ അടിമത്വത്തിലേക്ക് പോയി. ഇനി അവർക്ക് മടങ്ങി വരുവാൻ കഴിയുമോ? നഷ്ടപ്പെട്ടു പോയ ഒരു നല്ല നാൾ നമുക്ക് ലഭിക്കുമോ? ഞങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് കൂടുവാൻ കഴിയുമോ? ഐക്യതയോടെ നിൽക്കുവാൻ കഴിയുമോ? ആ മാതാവ് കരഞ്ഞത്, ദൈവത്തോട് പിറുപിറുത്തത്, നിലയില്ലാതെ നിലവിളിച്ചപ്പോൾ ഒരപ്പൻ നിലയില്ലാതെ നിലവിളിച്ചു. അപ്പന്റെയും ദാവീദ് എന്ന അപ്പൻ, ഇസ്രായേൽ എന്ന മാതാവിന്റെ നിലവിളി സ്വർഗത്തെ ദൈവം മറുപടി കൊടുത്തതുപോലെ ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയത്തിന് ദൈവം മറുപടി വരാൻ പോകുക. ഈ രാത്രിയുടെ പ്രത്യേകത, നിന്റെ വിഷയത്തെ ആര് വിഷയമാക്കിയോ, ചില വിഷയത്തിനകത്ത്, ചില കേസിനകത്ത് നിന്നെ ഉൾപ്പെടുത്തി, സ്വർഗത്തിൽ ദൈവം പറയുക, അവർ വേഗത്തിൽ ശ്രദ്ധിക്കുവാൻ. അവന്റെ വയറ്റിനകത്ത് കിടക്കുമ്പോൾ തന്നെ ദൈവം പറഞ്ഞു, വേഗത്തിൽ അവനെ പുറത്താക്കി. ഇന്ന് രാത്രി യോനെ, നീ പുറത്തിറങ്ങിയതല്ല, എന്റെ ദൈവം കൽപ്പിച്ചതാ. ഉടവരവരവശം അതിന്റെ മിടുക്കോ, നിന്റെ സാമർത്ഥ്യ ബുദ്ധിയോ, നിന്റെ വിദ്യാഭ്യാസമോ, നിന്റെ ആർമിടുക്കോ, നിന്റെ അധികാരമല്ല, സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചത് കൊണ്ട് ആ തിമികല ശ്രദ്ധിച്ചത്. ഇന്ന് രാത്രി തിമികലം പോലെ എത്ര പേരെ വിഴുങ്ങിയാലും അവരൊരു പ്രശ്നമില്ല എന്ന് അഹങ്കരിച്ചു കിടന്ന തിമികലം വിഴുങ്ങിയതിനെ അവർ ശ്രദ്ധിച്ചുവെങ്കിൽ നിനക്ക് ലഭിക്കുവാൻ പോകുന്ന ജീവിതം അതൊരു പുനർജന്മമാണ്. ഇന്ന് രാത്രി ഒരു പുനർജന്മത്തിന് വേണ്ടി ഏൽപ്പിച്ചുകൊണ്ട് നീ മരിക്കേണ്ടവളായിരുന്നു, നീ മരിക്കേണ്ട വ്യക്തിത്വമായിരുന്നു. നിനക്ക് വന്ന പ്രശ്നങ്ങൾ, നിനക്ക് വന്ന രോഗങ്ങൾ, നിനക്ക് വന്ന ആപത്തുകളിലൊക്കെയും അപകടങ്ങളിലൊക്കെയും ജീവൻ നഷ്ടപ്പെട്ടു പോകേണ്ടവളായിരുന്നു ഞാൻ. ഇന്ന് രാത്രി ദൈവത്തിലെ ദൈവം മരണത്തിന് ഏൽപ്പിച്ചില്ല, ഒരു അപകടത്തിന് ഏൽപ്പിച്ചില്ല. ഹല്ലേലൂയ. രോമം കൊഴിഞ്ഞു പോകാതെ, നിന്റെ കാൽ കൽതട്ടി പോകാതെ കർത്താവ് സൂക്ഷിച്ചു. ആ സൂക്ഷിച്ചതിന്റെ പിന്നിൽ ഒറ്റ കാര്യം, എന്റെ ദൈവത്തിന് നീ ഏറ്റവും പ്രിയപ്പെട്ടവൾ. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറയുന്നു, തലമുറ തലമുറയായി എന്നെ രക്ഷിച്ച ദൈവത്തെ കുറിച്ച് ഞാൻ കീർത്തനം പാടും, അവരെ കുറിച്ച് ഞാൻ എല്ലാം എടുത്ത് സാക്ഷ്യം പറയും, എന്റെ ദൈവത്തെ എത്ര വേണ്ടി കീർത്തിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി തീരുമാനമെടുക്കാമോ? ഇനിയുള്ള നാളുകൾ എന്റെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനായി ഞാൻ മാറും. കർത്താവേ, ഒരു അത്ഭുത വിടുതൽ എനിക്ക് തരണമേ, ഒരു അത്ഭുതം എന്നെ പ്രവർത്തിക്കണമേ. ഇതുവരെ ഞാൻ എങ്ങനെയെന്നല്ല, ഇനി മുതൽ എന്റെ ദൈവത്തിന് കൊള്ളാവുന്ന ഒരു മകനായി മകളായി ജീവിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുക. ഈ രാത്രി സമർപ്പണത്തിന് വേണ്ടി ഏൽപ്പിച്ചുകൂടെ രാത്രി പറ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ ദൈവത്തെ വിട്ട് ഞാൻ അകന്നു പോവുകയില്ല, ഈ ദൈവത്തെ വിട്ട് ഞാൻ അകന്നു പോവുകയില്ല. ദൈവമേ, നീ എന്നെ സഹായിക്കണമേ എന്ന് ഇത് രാത്രി പ്രാർത്ഥന. പുതിയ തീരുമാനമാണ്, സമർപ്പിന്. നിന്റെ സമർപ്പണം എത്രത്തോളം ശക്തമാണോ അതറിഞ്ഞത് പ്രവർത്തിക്കാൻ രാത്രി എല്ലാവരും മടങ്ങാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ കേൾക്കപ്പെട്ടതിന് മുൻപാകെ ഏൽപ്പിച്ചുകൂടെ. ഹല്ലേലൂയ. ഹൃദയത്തിൽ അവൻ ഹല്ലേലൂയ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, എന്റെ തലമുറകൾക്ക് ഉടലുണ്ടാകണം, എനിക്കെന്റെ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഒരു പുതിയൊരു വാഞ്ച, പുതിയൊരു ഉത്സാഹം നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാവരും മടങ്ങാം. ആമേൻ. ഹല്ലേലൂയ. ഈ വിഷയങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് ആത്മാവിൽ ക്ഷേമിക്കുന്ന ഒരാൾക്ക് ശബ്ദത്തിൽ പ്രാർത്ഥിച്ചാൽ